ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. എല്ലാ സൺഡേസും നമ്മൾ മ്യൂസിക് തെറാപ്പിയുടെ പല വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഇന്ന് ഡിമെൻഷ്യ. കഴിഞ്ഞ ദിവസം ജോസഫ് ജോൺ സാർ ഡിമെൻഷ്യയെ കുറിച്ച് ഒരു നല്ല ക്ലാസ് എടുത്തിരുന്നു. അതിൻ്റെ ഇമ്പാക്റ്റ്, അതിനകത്ത് മ്യൂസിക് തെറാപ്പിയുടെ ഇമ്പാക്റ്റ് എന്താണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ വിഷ്വലായിട്ട് കുറച്ചും കൂടെ ഒന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ. അത് തന്നെയല്ല, ഇന്ന് MK അർജുനൻ എന്ന് പറയുന്ന സംഗീത സംവിധായകന്റെ ഓർമ്മയും കൂടെ നമ്മൾ ഒന്ന് പുതുക്കുകയാണ്. അതോടൊപ്പം ഇന്ന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. പ്രേം നസീറിന്റെ ജന്മദിവസം കൂടിയാണ്. അദ്ദേഹത്തിലൂടെയാണല്ലോ ഈ പാട്ട് മുഴുവൻ നമ്മൾ കേൾക്കുകയും കാണുകയും അതിൻ്റെ യഥാർത്ഥത്തിലുള്ള മാധുര്യമൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താ പറയുക, ബോഡി ലാംഗ്വേജിൽ ഓരോ പാട്ടും എത്രമാത്രം അർത്ഥം തുളുമ്പുന്നു എന്നൊക്കെ മനസ്സിലാക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് പ്രേം നസീറിന് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് അക്കാര്യത്തിൽ. സോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ജോസഫ് ജോൺ സാറിൻ്റെ കൂടെ നമുക്കൊന്നൊരു യാത്ര നടത്താം. എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ജോസഫ് സാറിനെ സ്വാഗതം ചെയ്യും. ജോസഫ് സാർ, യു ആർ വെൽക്കം. താങ്ക് യു സർ. സർവീസിൽ നമിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. മാറ്റിനി ഫ്രീ വെബിനാർസ് എൻ്റെ സാരഥി സാബു കേരള സാറിനും അനിൽകുമാർ സാർ ഉൾപ്പെടെയുള്ള ഗുരുസ്ഥാനീയർക്കും എല്ലാം നമസ്കാരം, സ്വാഗതം. നമുക്ക് ഇന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ആണ് ഉള്ളത്. ഒന്ന്, പാട്ടുവിശേഷത്തിൽ നമുക്ക് MK അർജുനൻ മാഷിനെ സ്മരിക്കണം. പിന്നെ ഗാനാലാപനത്തിൽ അർജുനൻ മാഷയുടെ ഗാനങ്ങൾ ആലപിക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് അല്പസമയം ഡിമെൻഷ്യ ആൻഡ് മ്യൂസിക്, അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലുള്ളത്. എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുക. ആദ്യം പാട്ടുവിശേഷത്തിൽ നമുക്ക് മാഷെ അനുസ്മരിച്ച് തന്നെ തുടങ്ങും. MK അർജുനൻ മാഷ് എന്ന് നമ്മൾ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സംബോധന ചെയ്യുന്ന സംഗീത സംവിധായകൻ. മാളിയേക്കൽ കൊച്ചുകുഞ്ഞ് അർജുനൻ, അതാണ് MK അർജുനൻ. മാളിയേക്കൽ കൊച്ചുകുഞ്ഞിൻ്റെയും പാറുവിൻ്റെയും മകൻ. നിത്യ ഹരിത ഗാനങ്ങളുടെ രാജശില്പി അർജുനൻ മാഷിന്റെ ഗാനങ്ങൾ, അതിലൂടെ ഒന്ന് കടന്നു പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും എത്രമാത്രം മലയാളി മനസ്സിനെ സ്വാധീനിച്ച ഗാനങ്ങളാണ്, എത്രമാത്രം മലയാളി മനസ്സിനെ സ്വാധീനിച്ച ഈണമാണ് അദ്ദേഹം നമുക്ക് പകർന്നു തന്നിട്ടുള്ളതെന്ന് നമുക്കറിയാൻ പറ്റും. പ്രശസ്ത സംഗീത സംവിധായകൻ MK അർജുനൻ മാസ്റ്റർ വിടവാങ്ങിയിട്ട് ഇന്നലെ 6 വർഷം തികഞ്ഞു. 6 പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീതയാത്രയിൽ അദ്ദേഹം മലയാളികൾക്ക് സമ്മാനിച്ചത് എന്താണ്? മറക്കാനാവാത്ത അനേകം മനോഹര ഗാനം. അദ്ദേഹത്തിൻ്റെ ഓർമ്മയാൽ സാന്ദ്രമാണ് ഈ ദിവസങ്ങളൊക്കെ, മിക്കവാറും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ. എങ്ങനെ ഓർക്കാതിരിക്കും മാഷ്? മാനത്തിൻ മുറ്റത്ത് മഴവില്ല അഴകിട്ടും മധുമാസ സന്ധ്യകളെ, അങ്ങനെ ഒരു പാട്ടുമായി കറുത്ത പൗർണമി എന്ന സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ ഒരു പാട്ടുമായിട്ടാണ് അദ്ദേഹം വന്നത്. കറുത്ത പൗർണമിയിലെ പാട്ടുകളിലൂടെ മലയാള മനസ്സിൽ കുടിയേറിയ അർജുനൻ മാഷ് കേരള തനിമയുണ്ട്, നമുക്കൊക്കെ ഗൃഹാതുരത്വം തോന്നിക്കുന്ന ശീലുകളാണ് തൻ്റെ പാട്ടുകളിലൂടെ ഏറെയും നമുക്ക് പകർന്നു തന്നിട്ടുള്ളത്. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോ, ആ പാട്ട്. തങ്കഭസ്മപുരിയിട്ട തമ്പുരാട്ടി നിന്റെ, ഇതൊക്കെ പാടി നടക്കാത്ത മലയാളികളുണ്ട്. ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ, അങ്ങനെ ചടലമായ സംഗീതം. അതുപോലെ തന്നെ വളരെ ശീലമുള്ള ഹൃദയമുരുകി നീ കരയില്ലെങ്കിൽ പൗർണമി ചന്ദ്രിക, എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ് പൗർണമി ചന്ദ്രിക.
അതുപോലെ യദുകുലരതി ദേവനെവിടെ രാധേ, യദുകുലരതി ദേവനെവിടെ, അതൊക്കെ എത്ര മനോഹരമായ ഹൃദയഹാരിയായ സംഗീതമാണ്. രവിവർമ്മ ചിത്രത്തിൻ രതിഭാവമേ. സാർ എന്തെങ്കിലും പറഞ്ഞോ? റെസ്റ്റ് ഹൗസിലെ പാട്ട്. റെസ്റ്റ് ഹൗസിലെ പാട്ട്. അങ്ങനെ ഓടിച്ച് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. നമുക്ക് പാട്ടുകൾ ആലപിക്കാൻ ഈ എപ്പിസോഡിന്റെ അവസാന ഭാഗത്തെ സമയമുണ്ട്. പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വീരൽ തൊട്ട പാലരുവിക്കരയിൽ ചെമ്പകത്തൈകൾ പൂത്ത, അതുപോലെ തന്നെ വാൽക്കണ്ണെഴുതി വനപുഷ്പം ചൂടി. ഓരോ പാട്ടും വ്യത്യസ്തമാണ്, ഓരോ പാട്ടും ഹൃദയഹാരിയാണ്, നമ്മളെ അത്രമാത്രം സ്വാധീനിക്കുന്ന ശൈലിയാണ് അദ്ദേഹത്തിൻ്റെത്. ഈ പാട്ടുകളൊക്കെ മൂളാത്ത മലയാളികൾ ഇല്ല എന്ന് തന്നെ പറയാം. 150ഓളം ചലച്ചിത്രങ്ങളിലെ പാട്ടുകൾക്ക് സംഗീത സംവിധാനം ചെയ്തു. തുടക്കം നാടകഗാനങ്ങൾക്ക് സംഗീത സംവിധാനം ചെയ്തുകൊണ്ടായിരുന്നു. നിരവധി നാടകഗാനങ്ങൾക്ക് സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട് അർജുനൻ മാഷ്. കൊട്ടുകൊച്ചി ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്ന, അവിടെയാണല്ലോ തുടക്കം. അങ്ങനെ നാടകഗാനങ്ങൾക്ക് മാത്രമായി 15ഓളം പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന്, ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് പറയുക. ജനനം മാർച്ച് 1, 1936 ഫോർട്ട് കൊച്ചിയിൽ. പള്ളുരുത്തിയിലായിരുന്നല്ലോ അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത്. വീട് അവിടെയാണ്. ഞാൻ ഒരിക്കലും അവിടെ സന്ദർശിച്ചതും ഇപ്പോൾ ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തെ കാണാൻ പോയിരുന്നു വേറൊരു ആവശ്യത്തിന് വേണ്ടി. പുല്ലുവഴിയിലുള്ള പാട്ടിൻ്റെ എൻഗണം എന്നുള്ള ഒരു സംഗീത കൂട്ടായ്മയുടെ വാർഷികത്തിന് അദ്ദേഹത്തെ ക്ഷണിക്കാൻ പോയതാണ്. ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ കുറേ നേരം ഇരുന്ന് സംസാരിക്കുകയും. നമുക്കറിയാം മാഷ് എന്ന് പറയുന്നത് വളരെ ശാന്തശീലനാണ്, സൗമ്യ ഭാഷയാണ്, ഒരിക്കലും കോപിക്കുന്നത് കണ്ടിട്ടില്ല. ആ ഒരു മുഖം അങ്ങനെ തന്നെയാണ്. എപ്പോഴും സുസ്മേരവാദനായി അല്ലെങ്കിൽ ചിന്താധീനനായിരിക്കുന്ന ഒരു മാഷയുടെ മുഖമേ നമുക്ക് ഓർമ്മയുള്ളൂ. അങ്ങനെ എല്ലാവരെയും ഒരേപോലെ കാണും. ഞങ്ങൾ ചെന്നപ്പോൾ സ്വീകരിച്ച ആ ഒരു സന്ദർഭം ഞാൻ ഓർത്തു പോവുകയാണ്. കാണുന്ന എത്ര സ്നേഹത്തോടു കൂടി, സൗഹൃദത്തോടു കൂടി കുറേ നേരം സംസാരിക്കാൻ പറ്റി. അത് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മരണം ഏപ്രിൽ 6, 2020 പള്ളുരുത്തിയിലെ വീട്ടിൽ വെച്ചായിരുന്നു. ദേവരാജൻ മാസ്റ്റർക്കൊപ്പമാണ് അദ്ദേഹം ചേർന്ന് പ്രവർത്തിച്ച് തുടങ്ങിയത്. ആദ്യം നാടകഗാനങ്ങൾക്കായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഹാർമോണിസ്റ്റായിട്ട് കുറേ കാലം തുടർന്നു. പിന്നീട് നിരവധി നാടകഗാനങ്ങൾക്ക് ഈണം പകർന്നു. പള്ളിക്കുറ്റം എന്ന നാടകത്തിന് ആയിരുന്നു ആദ്യം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് ഒന്ന് പരാമർശിച്ചു പോകുന്നത് നല്ലതായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. ഏറ്റവും ദരിദ്രമായ ഒരു സാഹചര്യത്തിൽ നിന്നും വളർന്നു വന്നൊരു വലിയ മനുഷ്യനാണ് MK അർജുനൻ മാഷ്. ഈ കൊച്ചുകുഞ്ഞെന്ന് പറയുന്ന കൊച്ചുകുഞ്ഞ് പാറു ദമ്പതികൾക്ക് 14 മക്കളായിരുന്നു. 10 മക്കളും കടന്നുപോയി. 4 മക്കൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അവരിലെ ഏറ്റവും ഇളയാളാണ് MK അർജുനൻ. ജീവിത പ്രാരാബ്ധങ്ങൾ ബാക്കിയാക്കി അച്ഛൻ മരിക്കുമ്പോൾ അർജുനൻ മാഷിൻ്റെ 6 മാസമാണ് പ്രായം. മക്കളെ പോറ്റാൻ അമ്മ വളരെയധികം കഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് താങ്ങാകാൻ വേണ്ടി 2ാം ക്ലാസ്സിൽ പഠനം നിർത്തിയ ആളാണ് മാഷ്. ഒന്ന് ഓർത്തു നോക്കും. പലഹാരം ഉണ്ടാക്കി വിറ്റ് ജീവിതത്തിന് വക തേടി ചുമടെടുത്തും കൂലിപ്പണി ചെയ്തും ഒക്കെ അദ്ദേഹം കുടുംബത്തെ സപ്പോർട്ട് ചെയ്തു എന്നാണ് പറയുക. അപ്പോൾ ഈ കഷ്ടപ്പാടുകളൊക്കെ കണ്ട് രാമൻ വൈദ്യൻ എന്നൊരു സാമൂഹ്യ പ്രവർത്തകനാണ് അർജുനൻ മാഷെയും മാഷിൻ്റെ ചേട്ടനെയും പളനിയിലെ ഒരു ആശ്രമത്തിലെ അനാഥാലയത്തിലാക്കി. പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെടുമല്ലോ എന്ന് കരുതി അമ്മ ഈ 2 മക്കളെയും യാത്രയാക്കി, കണ്ണീരോടെ യാത്രയാക്കി. അവിടെ ആ ആശ്രമത്തിൽ അല്ലെങ്കിൽ ആ അനാഥാലയത്തിൽ എന്നും ഭജനയുണ്ടായിരുന്നു വ്യത്യാസമയം. ആ ഭജനയിൽ ചേട്ടനും അനിയനും വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു. അപ്പൊ അത് കണ്ട് അവിടുത്തെ ആശ്രമാധിപൻ ഇവരെ സംഗീതം പഠിപ്പിച്ചു എന്നാണ് പറയുക. 7 വർഷം അവരവിടെ തങ്ങി. അതിനുശേഷം 7 വർഷം കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടും സ്ഥിതി അതൊക്കെ തന്നെയാണ്. സംഗീത കച്ചേരി നടത്തുകയും അല്ലെങ്കിൽ കൂലിപ്പണി ഒപ്പം ഒക്കെ ആയിട്ടാണ് അദ്ദേഹം
കുടുംബം പോറ്റിയിരുന്നതെന്ന് പറയുന്നു. പിന്നെ തബല, വായ്പാട്ട്, ഹാർമോണിയം ഒക്കെ പഠിച്ചു. കൊച്ചു നാടക ഗ്രൂപ്പുകളോടൊപ്പം ചേർന്നു, സംഗീത സന്ധ്യകൾ നടത്തി. അങ്ങനെ 1964 വിവാഹം. ഭാരതി ആണ് ഭാര്യ. 5 മക്കളുണ്ട്. മലയാള ചലച്ചിത്ര ഗാനങ്ങൾക്ക് സൗന്ദര്യം ചാർത്തിയ വ്യക്തിയാണ് അല്ലെ. AR റഹ്മാന്റെ അച്ഛൻ എന്ന് പറയുന്നത് RK ശേഖറിനെ കുറിച്ച് നമുക്കറിയാം. RK ശേഖറുമായിട്ട് അദ്ദേഹത്തിന് വളരെ ഒരു സൗഹൃദമുണ്ടായിരുന്നു. അവരാദ്യമൊക്കെ ഒരുമിച്ചാണ്, അർജുനൻ മാഷിന്റെ ഒരു സഹായിയായിട്ടാണ് പ്രവർത്തിച്ചതെന്ന് പറഞ്ഞു. അത് ദേവരാജൻ മാഷാണ് അത് അറേഞ്ച് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അർജുനൻ മാഷ് സംഗീത സംവിധാനത്തിന്റെ ആ ഒരു മേഖലയിലേക്ക് കടന്നു വന്നപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി RK ശേഖറിനെ സഹായത്തിന് വേണ്ടി വിളിച്ചു കൊടുത്തതാണ്. അവരുടെ കൂട്ടായ്മയിൽ ഒത്തിരി പാട്ടുകൾ തുടർന്നു. അതിനുശേഷം RK ശേഖർ സ്വന്തമായിട്ട് പാട്ടുകൾ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്കറിയാം. അതൊക്കെ ഒരു ചരിത്രം. വയലാർ, P. ഭാസ്കരൻ, ONV, ശ്രീകുമാരൻ തമ്പി എന്നീ മലയാള സിനിമാ ശാഖയിലെ കുലപതികൾക്കൊക്കെ ഒപ്പം അർജുൻ മാഷ് പ്രവർത്തിച്ചിട്ടുണ്ട്. മികച്ച നാടക സംവിധായകൻ എന്ന നിലയിൽ ഞാൻ പറഞ്ഞു 15ഓളം അവാർഡുകൾ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. വയലാറിന്റെ 50ഓളം ഗാനങ്ങൾക്ക് ഈണമുണ്ട്. MK അർജുൻ, ശ്രീകുമാരൻ തമ്പി സാറും അർജുൻ മാഷും തമ്മിൽ ഒരു ടീമായിട്ട് ഒത്തിരി മനോഹര ഗാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരുടെ കൂട്ടായ്മയിൽ മലയാളത്തിന് എക്കാലവും ഓർമ്മിക്കാവുന്ന ഒത്തിരി ഗാനങ്ങൾ, സുന്ദര ഗാനങ്ങൾ അവർ നൽകിയിട്ടുണ്ട്. ഹിറ്റുകളുടെ നിര അങ്ങനെ നീണ്ടുപോവുകയാണ്. ജയരാജ് സംവിധാനം ചെയ്ത ഭയാനകം എന്ന ചിത്രത്തിലെ ഗാനത്തിന് സംഗീത സംവിധാനത്തിനുള്ള സംസ്ഥാന പുരസ്കാരം നേടി. തൻ്റെ 84-ാം വയസ്സിൽ 2020 ഏപ്രിൽ 6-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 3:30 മലയാളക്കരയിലെ സംഗീത പ്രേമികളെ ആകെ ദുഃഖത്തിലാഴ്ത്തി മാഷ് ഈ ലോകത്തോട് വിട പറഞ്ഞു. മാഷില്ലാത്ത 4 വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. എങ്കിലും അദ്ദേഹം ചിട്ടപ്പെടുത്തിയ ഗാനങ്ങൾ ഈ കേരളക്കരയാകെ അന്തരീക്ഷത്തിൽ പ്രതിധ്വനിച്ചുകൊണ്ടേയിരിക്കുക, നിലയ്ക്കാത്ത ചലനങ്ങൾ സൃഷ്ടിച്ചു. ആ അതുല്യ പ്രതിഭയുടെ സ്മരണയ്ക്ക് മുമ്പിൽ മാറ്റിനി ഫ്രീ വെബിനാർ നമസ്കരിക്കുന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നമുക്ക് ഒരു നിമിഷം കണ്ണടച്ച് അദ്ദേഹത്തെ സ്മരിക്കാം. താങ്ക് യു. ഇനി നമുക്ക് അല്പം മ്യൂസിക് തെറാപ്പിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഡിമെൻഷ്യയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സെഷൻ ചെയ്തിരുന്നു. പലരും പങ്കെടുത്തിട്ടുണ്ട്, പങ്കെടുക്കാത്തവരും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? മറവി രോഗങ്ങൾക്ക് അല്ലെങ്കിൽ ബ്രെയിൻ സെൽസിന് തകരാറ് കൊണ്ടുണ്ടാകുന്ന ഇതുപോലെയുള്ള അവസ്ഥയ്ക്ക് കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ഡിമെൻഷ്യ. മറവി രോഗങ്ങൾക്കെല്ലാം പ്രധാനമായും ഇതെല്ലാം നമുക്കറിയാം ബ്രെയിൻ ഫാക്കൽറ്റിയാണ്. മറവി, ചിന്ത, അതുപോലെ റീസണിങ്, പ്രോബ്ലം സോൾവിങ്, ഇങ്ങനെയുള്ള മേഖലകൾക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഈ ഒരു അവസ്ഥ കൊണ്ട് കേടുപാട് സംഭവിക്കുന്നത്, തകരാറ് സംഭവിക്കുന്നത്. അതേക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഡിമെൻഷ്യയെക്കുറിച്ചും അൽഷൈമേഴ്സിനെ കുറിച്ചും നമ്മൾ പറഞ്ഞിരുന്നു. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് എങ്ങനെ മ്യൂസിക്കിന് ഡിമെൻഷ്യ പേഷ്യൻസിന് അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലുള്ളവരെ സഹായിക്കാൻ പറ്റും എന്നുള്ളത്. പല പഠനങ്ങളും several studies support the use of music therapy and other musical activities to help reduce Alzheimer's symptoms. ഈ ഓർമ്മ കുറവ് അല്ലെങ്കിൽ മറവി രോഗത്തിന്റെ സിംറ്റംസ് കുറയ്ക്കാൻ മ്യൂസിക് തെറാപ്പിക്കും അല്ലെങ്കിൽ അതുപോലെ തന്നെ മ്യൂസിക്കിന്റെ ഇന്റർവെൻഷൻസും മ്യൂസിക് ആക്ടിവിറ്റീസ്, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആയാലും അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ള ആക്ടിവിറ്റീസ് ആയാലും അതിന് സിംറ്റംസ് കുറയ്ക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് സ്റ്റഡീസ് പറയുന്നത്.
Different types of music interventions have been shown to affect different symptoms of Alzheimer's disease. പലതരത്തിലുള്ള മ്യൂസിക്. ഇപ്പോൾ നമുക്ക് ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു വിഭാഗത്തിലുള്ള പാട്ട് എല്ലാം ഡിമെൻഷ്യക്ക് ഉപകരിക്കുമെന്ന് പറയാൻ പറ്റില്ല. പലതരത്തിലുള്ള പാട്ട് പലതരത്തിലുള്ള ആൾക്കാരാണ്, പലതരത്തിലുള്ള ഇൻട്രസ്റ്റ് ഉള്ള, താല്പര്യമുള്ള, ഇഷ്ടങ്ങളുള്ള ആൾക്കാരാണ്. അപ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തപ്പെട്ടിരിക്കുകയാണ്. ഒരു കോമൺ പാട്ട് ഇത് എല്ലാവർക്കും യോജിക്കും എന്ന് പറയാൻ പറ്റില്ല. Different types of music interventions have been shown to affect different symptoms of Alzheimer's disease. ഏതായാലും സ്വാധീനമുണ്ട്. പലതരത്തിലുള്ള പാട്ടിനും അൽഷിമേഴ്സ് ഡിസീസിലെ സിംറ്റംസിനോട് സ്വാധീനിക്കാൻ കഴിവുള്ളവരാണ്. നമ്മൾ പഠിച്ചു ഡിമെൻഷ്യ അല്ലെങ്കിൽ അൽഷിമേഴ്സ് രോഗം ഏതെല്ലാം ബ്രെയിൻ ഫാക്കൽറ്റികളെയാണ് ബാധിക്കുക. ഒന്ന് ഓർത്തെടുത്ത് പറയാം എന്തൊക്കെ കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കൂടിയാണ്, എന്നാലും ഒന്ന് ഒരു ഇന്ററാക്ഷൻ ആയിക്കോട്ടെ എന്ന് കരുതിയാണ്. മെയിൻലി മെമ്മറിയാണ്, ഓർമ്മയാണ്. ഓർമ്മയെ ബാധിക്കുമ്പോൾ തലച്ചോറിലേക്കുള്ള റീസണിങ്ങിനെ ബാധിക്കും. ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല, ശരിയോ തെറ്റോന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത റീസണിങ്. ദെൻ ലേണിങ്, പഠിക്കാൻ പറ്റില്ലല്ലോ, ദൈനംദിന ജീവിതത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. അതെന്ന് പറഞ്ഞാൽ അവരുടെ ബിഹേവിയറിൽ അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ആലോചിച്ച് ചെയ്യാൻ പറ്റില്ല, ചിന്തിച്ച് ചെയ്യാൻ പറ്റില്ല. ദെൻ ഇങ്ങനെയുള്ള ഫാക്കൽറ്റീസ് അല്ലേ, പ്രോബ്ലം സോൾവിങ്, ഒരു സ്ഥലകാല ബോധമില്ലാതാവുക, ഇതെല്ലാം ഇങ്ങനെയുള്ള ബ്രെയിൻ ഫാക്കൽറ്റീസിനെ ഒക്കെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ് ഡിമെൻഷ്യ എന്ന് പറയുന്നത്. നമുക്കറിയാം അൽഷിമേഴ്സ് ഡിസീസിന് ക്യൂർ ഇല്ല, ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്തതാണ്. പിന്നെ എന്താണ് ചെയ്യാൻ പറ്റുക? മരുന്ന് കൊടുത്താലും അല്ലെങ്കിൽ ഇതുപോലുള്ള നോൺ ഫാർമോക്കോളജിക്കൽ ഇൻ്റർവെൻഷൻ കൊണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിംറ്റംസ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതൊരു പ്രോഗ്രസീവ് ഡിസീസാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ വളർന്നുകൊണ്ടിരിക്കുന്ന എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വളരുകയല്ല. ഇറ്റ് മേ ടേക്ക് ഡീക്കേഡ്സ്, പതിറ്റാണ്ടുകൾ ചിലപ്പോൾ എടുത്തേക്കാം. അത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് പ്രോഗ്രസ് ചെയ്ത് വരാനായിട്ട് അതൊരു പ്രോഗ്രസീവ് ഡിസീസാണ്. അപ്പോൾ ആ പ്രോഗ്രസീവ് ഡിസീസിനെ നമ്മൾ ഇൻ്റർവ്യൂൻ ചെയ്യുമ്പോൾ മെഡിക്കലായാലും അല്ലെങ്കിൽ നോൺ ഫാർമോക്കോളജിക്കൽ ഇൻ്റർവെൻഷൻസ് ആയാലും നമുക്കതിനെ പ്രൊലോങ് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പവർ അല്ലെങ്കിൽ ശക്തിയെ കുറയ്ക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ക്യൂർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. Reduce symptoms or slow down the progression of the disease. Disease progression slow down ചെയ്യാൻ പറ്റും. Some people may also benefit from alternative treatments like acupuncture and aromatherapy. അതുപോലുള്ള ഓൾട്ടർനേറ്റീവ് തെറാപ്പികൾ ചിലരിൽ അത് പ്രയോജനപ്പെടുന്നതായിട്ട് കാണാം. എന്നാലും പ്രയോജനപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ക്യൂർ അറ്റ് ഓൾ, ബട്ട് ഈ പ്രോഗ്രഷൻ പ്രൊലോങ് ചെയ്യാം എന്നുള്ളതാണ്. സിംറ്റംസിൻ്റെ സിവിയറിറ്റി, കാഠിന്യം കുറയ്ക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. Research trusted source suggests that music also positively affects the health of people with Alzheimer's. അവരുടെ മ്യൂസിക് കൊണ്ട് അൽഷിമേഴ്സ് രോഗികളുടെ ആരോഗ്യത്തെ പോസിറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. ഓക്കെ, ഇറ്റ് മേ ഓൾസോ ഹെൽപ്പ് ഡിലേ ദ ഓൺസെറ്റ് ഓഫ് അൽഷിമേഴ്സ് ഇൻ ദി പീപ്പിൾ അറ്റ് റിസ്ക്. ഈ അൽഷിമേഴ്സ് വരാൻ സാധ്യതയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ ആ രീതിയിലുള്ള ജീവിതശൈലി നയിക്കുന്നവർ, അല്ലെങ്കിൽ അതുപോലുള്ള അന്തരീക്ഷത്തിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവർ, അവർക്കൊക്കെ അവരുടെ ആ അൽഷിമേഴ്സിൻ്റെ ഓൺസെറ്റ് ഡിലേ ചെയ്യാനും സാധിക്കും ഇതുപോലുള്ള ഇൻ്റർവെൻഷൻസ് കൊണ്ട്, മ്യൂസിക്കിൻ്റെ സപ്പോർട്ടോടു കൂടി. ഈ മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്നത്, നമ്മൾ മ്യൂസിക് തെറാപ്പിയെ കുറിച്ച് പഠിച്ചപ്പോൾ ഒരു പ്രധാന കാര്യം
പറഞ്ഞത് അപ്രൂവ്ഡ് തെറാപ്പിസ്റ്റ് വേണം ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്, ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട്, തെറാപ്പി ചെയ്യുവാനായിട്ട്. അത് ഇവിടെ മ്യൂസിക് തെറാപ്പിസ്റ്റ് ഇല്ലാതെയും ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലൂടെ നമുക്ക് ഇതിൻ്റെ പ്രയോജനം കണ്ടെത്താമെന്ന് പറയുന്നുണ്ട്. ഒരു തെറാപ്യൂട്ടിക്കൽ സ്ട്രിക്ട്ലി അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി അണ്ടർ ദി ഗൈഡൻസ് ഓഫ് മ്യൂസിക് തെറാപ്പിസ്റ്റ്. അല്ലാത്ത ഗ്രൂപ്പ് ആക്ടിവിറ്റി അല്ലെങ്കിൽ മ്യൂസിക് ഇൻ്റർവെൻഷൻസും ഈ അൽഷിമേഴ്സിൻ്റെ സിംറ്റംസ് കുറയ്ക്കാനും അവരുടെ ലൈഫിൻ്റെ ക്വാളിറ്റി കൂട്ടുവാനും സഹായിക്കും. ആ രോഗിയുടെ അതുപോലെ തന്നെ കെയർ ഗിവേഴ്സിനെ ഇത് സപ്പോർട്ട് ചെയ്യും. അതെ, മ്യൂസിക് അല്ലെ, അവരും ഇതിൻ്റെ ഒരു ഭാഗമാവുകയാണ്. ഒരു അൽഷിമേഴ്സ് പേഷ്യൻറ്റിനെ കെയർ ചെയ്യുന്ന കെയർ ഗിവർ അവരുടെ ലൈഫ് അതിനുവേണ്ടി മാത്രം മാറ്റി വെക്കും. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടായി മാറുകയാണ്. അപ്പോൾ ഈ തെറാപ്പിയുടെ ഗുണം അവർക്കും കിട്ടും. അവർക്കും മനസ്സിനൊരു റിലാക്സേഷൻ, അവർക്കും ഒരു ടെൻഷൻ ഔട്ട് ബേസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പണിംഗ് കിട്ടുകയാണ് മ്യൂസിക് തെറാപ്പിയിലൂടെ. അൽഷിമേഴ്സ് വേഴ്സസ് ഡിമെൻഷ്യ, അത് നമ്മൾ പറഞ്ഞതാണ്. ഡിമെൻഷ്യ അൽഷിമേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്തായിരുന്നു? അൽഷിമേഴ്സും ഡിമെൻഷ്യ എന്ന് പറയുന്നത് മറവി രോഗങ്ങൾക്ക് പൊതുവെ പറയുന്ന പേരാണെന്ന് ഞാൻ പറഞ്ഞു. അൽഷിമേഴ്സ് എന്ന് പറയുന്നത് ഒരു മറവി രോഗമാണ്. അത് ഡിമെൻഷ്യകളിൽ ഏറ്റവും കൂടുതൽ കാണുന്നു 60 to 70% വരെയും അൽഷിമേഴ്സ് രോഗികളാണ് എന്നാണ് പറഞ്ഞിട്ട്. സംസാരത്തിനെയും ബാധിക്കാറുണ്ടല്ലോ. സംസാരത്തിനെയും ഭാഷയും അവരുടെ ചിന്തയെയും പെർസെപ്ഷനെയും ഇതെല്ലാം ബാധിക്കും എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ഡിമെൻഷ്യ ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡിമെൻഷ്യ ആയിട്ട് മ്യൂസിക്, ഇത് രണ്ടും കൂടെ വരുന്നത് കൊണ്ട് ഡിമെൻഷ്യയെ കുറിച്ച് കൂടുതൽ നമ്മൾ ഇപ്പോൾ ഇവിടെ പറയുന്നത്. മ്യൂസിക് തെറാപ്പി ഈസ് ആൻ എവിഡൻസ് ബേസ്ഡ് അപ്രോച്ച്. എന്താണ് മ്യൂസിക് തെറാപ്പി? എവിഡൻസ് ബേസ്ഡ് അപ്രോച്ചാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കണ്ട് ബോധ്യപ്പെട്ടാണ് ആ തെറാപ്പി പ്ലാൻ ചെയ്യുന്നത്. ഇറ്റ്സ് ആൻ എവിഡൻസ് ബേസ്ഡ് അപ്രോച്ച് ദാറ്റ് യൂസസ് മ്യൂസിക് ടു ഇംപ്രൂവ് ഹെൽത്ത് ഔട്ട്കംസ്. എല്ലാ രീതിയിലുള്ള ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ, സ്പിരിച്വൽ എന്നുള്ള പറയുന്ന എല്ലാ ഘടകങ്ങളിലും നമ്മൾ മ്യൂസിക് തെറാപ്പിയും മെൻ്റൽ ഹെൽത്തും അതേക്കുറിച്ച് പറഞ്ഞതാണ്. അല്ലെങ്കിൽ മ്യൂസിക് തെറാപ്പിയെ കുറിച്ച് കോമൺ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ആ രീതിയിൽ ഹെൽത്ത് ഔട്ട്കംസിന് മ്യൂസിക്കോ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റോ അല്ലെങ്കിൽ പാട്ടോ മ്യൂസിക്കിൻ്റെ ഏത് തരത്തിലുള്ള ഫോമോ ഉപയോഗിച്ചുകൊണ്ട് ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്ന ഒരു കാര്യമാണ് മ്യൂസിക് തെറാപ്പി എന്നുള്ളത് ചുരുക്കി പറയാം. ഓക്കെ, ഏതായാലും ഇങ്ങനെയൊരു അവസ്ഥയുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? മ്യൂസിക് തെറാപ്പിസ്റ്റിന്റെ സഹായത്തോടു കൂടിയോ ഒക്കെ നമുക്കൊരു പ്രോഗ്രാം ചാർട്ട് ചെയ്യാം, അല്ലെ, ഒരു പ്ലാൻ ചെയ്യാം. നിങ്ങൾക്കോ നിങ്ങളുടെ ലവ്ഡ് വൺസിനോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് അവരുടെ ഫിസിക്കൽ, ഇമോഷണൽ, സോഷ്യൽ ആൻഡ് കോഗ്നിറ്റീവ് നീഡ്സ് ഒരു പരിധിവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. മ്യൂസിക്കിന് അതിന് വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു അമേരിക്കൻ മ്യൂസിക് തെറാപ്പി അസോസിയേഷൻ, നമ്മൾ മ്യൂസിക് തെറാപ്പിയുടെ ചരിത്രം പഠിച്ചപ്പോൾ തുടക്കത്തിൽ അത് ആത്മയെ കുറിച്ച് പറഞ്ഞു. മ്യൂസിക് തെറാപ്പി ആത്മ പറയുന്നു മ്യൂസിക് തെറാപ്പി കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത്, ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഒന്ന്, മെമ്മറി. ഡിമെൻഷ്യ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നത് മെമ്മറിയാണ്. അപ്പം മ്യൂസിക് തെറാപ്പി കൊണ്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന മേഖലകളെക്കുറിച്ച് അല്ലെങ്കിൽ ഘടകങ്ങളെക്കുറിച്ച് അമേരിക്കൻ മ്യൂസിക് തെറാപ്പി അസോസിയേഷൻ പറയുന്നു. അതിന് ഓർമ്മയെ സ്വാധീനിക്കാൻ സാധിക്കുന്നു. എക്സ്പ്രഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. മ്യൂസിക് കൊണ്ട് എക്സ്പ്രഷനും കമ്മ്യൂണിക്കേഷനും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമുക്കത് ചിന്തിച്ചാൽ തന്നെ അറിയാം, അല്ലെ. പാട്ടിലൂടെ ആകുമ്പോഴത്തേക്ക് അവർ ഇൻവോൾവ് ആകും. പാട്ടിൻ്റെ ആ ഒരു സ്വാധീന വലയത്തിൽ അവർ പെടുന്നത് കൊണ്ട്. സ്ട്രെസ് മാനേജ്മെന്റിനും മ്യൂസിക് സ്വാധീനിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ദെൻ പെയിൻ റിലീഫ്, വേദന മറക്കുന്നു, ആശ്വാസം കിട്ടുന്നു. ഫിസിക്കൽ റിഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
പാർപ്പിക്കുക അല്ലെ, പുനരധിവാസം, ഫിസിക്കലായിട്ട് അവരെ ശാന്തമായിട്ടിരിക്കാനൊക്കെ സഹായിക്കുന്നു. മ്യൂസിക് തെറാപ്പി വേഴ്സസ് അതർ മ്യൂസിക് ഇൻ്റർവെൻഷൻസ്. മ്യൂസിക് തെറാപ്പി അത് ഇച്ചിരി ശാസ്ത്രീയത കൂടിയതാണെന്ന് പറയാം. അല്ലാതെ നമുക്കത് കൂടാതെ മറ്റ് മ്യൂസിക് ഇൻ്റർവെൻഷൻസ് ഈ കാര്യത്തിൽ ഉപയോഗപ്പെടുത്താമെന്ന് പറയും. ഇൻഡിവിജ്വലൈസ്ഡ് പ്ലാൻ വേണം ഫോർ എ പേഷ്യൻറ്റ് ഓർ ക്ലയൻറ്റ്. അതെന്തുകൊണ്ടാണ് പറയുന്നത്? ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ തൊടുന്ന അല്ലെങ്കിൽ അവരുടെ ഓർമ്മയെ തൊട്ടുണർത്തുന്ന പാട്ടുകളൊക്കെ ഉണ്ടാവും അല്ലെ. ഇഷ്ടമില്ലാത്ത പാട്ടുകൾ അത് ചെവി കൊടുക്കുന്നു വരില്ല, പ്രത്യേകിച്ച് അൽസൈമേഴ്സ് പേഷ്യൻസ് ഒക്കെ ആകുമ്പോഴത്തേക്ക്. അപ്പം അങ്ങനെയുള്ള ഇൻഡിവിജ്വലൈസ്ഡ് പ്ലാൻ വേണം നമ്മൾ പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ എടുക്കാമെന്നാണ് പറയുക. അങ്ങനെയുള്ള പ്ലാൻ ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് മോർ എഫക്റ്റീവ് ദാൻ ജനറൽ പ്ലാൻസ്. പൊതു പ്ലാനുകളെക്കാളും ഏറ്റവും പ്രയോജനം ചെയ്യുന്നത് ഇൻഡിവിജ്വലൈസ്ഡ്, ആ വ്യക്തിയെ മനസ്സിലാക്കി ആ വ്യക്തിയുടെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കി തിരഞ്ഞെടുക്കുന്ന പ്ലാനുകളാണ്. ഓക്കെ. ഡോക്ടർ കാരൽ ബെയ്നോൺ, പ്രൊഫസർ, വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി ഇൻ ലണ്ടൻ, അവർ കുറേ പഠനങ്ങൾ ഇതിനെക്കുറിച്ച് നടത്തിയിട്ടുണ്ട്. അവർ പറയുന്നു, ദി സക്സസ് ഓഫ് സച്ച് ഇൻ്റർവെൻഷൻസ്, മ്യൂസിക് തെറാപ്പി അല്ലാത്ത മറ്റ് ഗ്രൂപ്പ് പാട്ട് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ പാട്ടുകൾ, അത് രണ്ടും ആക്റ്റീവും പാസീവും ഉണ്ട്, അതിലേക്ക് നമ്മൾക്ക് വരാം. അവർ പറയുന്നു, സക്സസ് ഓഫ് സച്ച് ഇൻ്റർവെൻഷൻസ് ഓഫൻ ഡിപ്പെൻഡ്സ് ഓൺ തോട്ട്ഫുൾ ആൻഡ് ഇൻഫോംഡ് ലീഡേഴ്സ്. വളരെ ശ്രദ്ധിച്ച് വേണം ഈ ഇവരുടെ മ്യൂസിക് ഇൻ്റർവെൻഷൻ പ്ലാൻ ചെയ്യാൻ. തോട്ട്ഫുൾ ആയിരിക്കും. ഇതിപ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു പാട്ട് പോലും അവർക്ക് ഉണ്ടായെന്ന് വരാം. അപ്പം ഈ പറഞ്ഞ പോലെ വെളുക്കാൻ തേച്ചത് പാണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരാം. അതുകൊണ്ടാണ് പറയുന്നത്, വളരെ തോട്ട്ഫുള്ളായിട്ട് വളരെ ലേണഡ് ആയിട്ടുള്ള ആൾക്കാർ വേണം ഈ കാര്യത്തിൽ പ്ലാൻ ചെയ്യാൻ, ഇൻഡിവിജ്വൽ പ്ലാനായി. കീ കോമ്പണൻസ് ഇൻക്ലൂഡ് വാട്ട് മ്യൂസിക് ഈസ് ബീയിങ് യൂസ്ഡ്, ഏത് തരത്തിലുള്ള പാട്ടാണ് ഉപയോഗിക്കുന്നത്, വാട്ട് മ്യൂസിക്, എന്ത് മ്യൂസിക്കാണ് ഉപയോഗിക്കുന്നത്, പിന്നെ എപ്രകാരമാണ് ഉപയോഗിക്കുന്നത്, ആരാണ് ഉപയോഗിക്കുന്നത്, ഇതെല്ലാം കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. മ്യൂസിക് ഇൻ്റർവെൻഷൻ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മളത് കൺസിഡർ ചെയ്യണം. അവർ വീണ്ടും പറയുന്നു, ഇന്റർ ജനറേഷണൽ കൊയർ പ്രോജക്റ്റ്. ഇന്റർ ജനറേഷണൽ കൊയർ പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു പദ്ധതി അവർ നടപ്പാക്കി. അതായത് ഈ കെയർ ഗിവേഴ്സും അതുപോലെ തന്നെ അൽസൈമേഴ്സ് പേഷ്യൻസും അതുപോലെ അവരോടൊപ്പം സ്കൂൾ സ്റ്റുഡൻസും ടീച്ചേഴ്സും, ഇവർക്കൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടാണ് അത് ഒരു പ്രോജക്റ്റ് പോലെ ചെയ്യുക. അതിൽ ആരൊക്കെയാണ് ജോയിൻ ചെയ്തെന്ന് നോക്കുക. ഇന്റർ ജനറേഷണൽ കൊയർ പ്രോജക്റ്റ് വിച്ച് ജോയിൻഡ് പീപ്പിൾ വിത്ത് ഡിമെൻഷ്യ ആൻഡ് their caregivers with high school students and their music teacher. ഹൈ സ്കൂൾ സ്റ്റുഡൻസ്, മ്യൂസിക് ടീച്ചർ, കെയർ ഗീവർ, അൽസൈമേഴ്സ് പേഷ്യൻസ് അല്ലെങ്കിൽ ഡിമെൻഷ്യ ഉള്ള ആൾക്കാർ, ഇത്രയും പേരെ ഉൾപ്പെടുത്തിയാണ് ഇന്റർ ജനറേഷണൽ കൊയർ പ്രോജക്റ്റ് നടപ്പാക്കിയത്. The project was initiated by the local Alzheimer's society which provided training for the teacher and students before their interactions. അവർ ഇന്ററാക്ട് ചെയ്യുന്നതിന് മുമ്പ് അവർക്കെല്ലാം ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടാണ്, കുട്ടികൾക്കും ടീച്ചേഴ്സിനും എല്ലാം അവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ഒരു പ്രോജക്റ്റ് നടത്തും. അതിൽ ഇവരുടെ റെസ്പോൺസ് വളരെ നന്നായിരുന്നു എന്നുള്ളതാണ്. ഇറ്റ് ഷുഡ് ബി പ്ലാൻഡ് ആൻഡ് സീക്വൻഷ്യൽ കരിക്കുലം, നോട്ട് ജസ്റ്റ് എ സീരീസ് ഓഫ് ആക്ടിവിറ്റീസ്. ഒരു ആക്ടിവിറ്റീസ് ആയിട്ട് അങ്ങനെ ചെയ്യുകയല്ല വേണ്ടത്, അത് വളരെ പ്ലാൻഡ് ആയിരിക്കണം എന്ന് ഈ റിസർച്ച് പറയുന്നു, ഡോക്ടർ ബെയ്നോൺ. ഇനി നമുക്ക് വാട്ട് ആർ ദി ആക്റ്റീവ് ആൻഡ് പാസീവ് മ്യൂസിക് ഇന്റർവെൻഷൻസ് എന്താണെന്ന് നോക്കാം. മ്യൂസിക് ഇന്റർവെൻഷൻസിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഇന്റർവെൻഷൻസ് ഉണ്ട്, പാസീവ് ആയിട്ടുള്ള ഇന്റർവെൻഷൻ. എന്തായിരിക്കും ആക്റ്റീവ് ആയിട്ടുള്ള ഇന്റർവെൻഷൻ? ഒന്ന് അസ്യൂം ചെയ്ത് പറയാണ്. ആക്റ്റീവ് ആയിട്ടുള്ള ഇന്റർവെൻഷൻസ്, പിന്നെ പാസീവ് ആയിട്ടുള്ള ഇന്റർവെൻഷൻസ് ഉണ്ട്. മ്യൂസിക് ഇന്റർവെൻഷൻസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആക്റ്റീവ് പാട്ട് പാടുക, പാസീവ് കേൾക്കുക.
വെരി ഗുഡ്. അതാണ് അതിൻ്റെ കീ എന്ന് പറയുന്നത്. ആക്റ്റീവ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് സിംഗിങ് വരാം. അപ്പോൾ എല്ലാവർക്കും കൂടി പങ്കെടുത്ത് പാടാം, അവർക്കും കൂടെ പാടാം അല്ലേ, അവരെ കൂടെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട് സിനർജി ക്രിയേറ്റ് ചെയ്യപ്പെടും. സിനർജി വിൽ ബി ക്രിയേറ്റ്. എനർജിയിൽ നിന്നും സിനർജിയിലേക്ക് പോകുന്ന ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാകും. ഒരു ഡ്രം സർക്കിൾ, കുറേ എന്താണ് ചെണ്ടയോ ഡ്രംസ് ഒക്കെ കൊടുത്ത് അത് ഒരു താളത്തിൽ, ഒരേ താളത്തിൽ കൊട്ടാനായിട്ട് ലീഡ് ചെയ്തുകൊണ്ട് അവരെ അത് ചെയ്യിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്താം. പെർഫെക്ഷൻ ഒന്നും ഉണ്ടാകുമെന്ന് വരില്ല കേട്ടോ, എന്നാലും ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്, അതായത് ഡ്രം സർക്കിൾസ്. ഓക്കെ, ദെൻ ഗ്രൂപ്പ് സിംഗിങ്. സാർ പറഞ്ഞ പോലെ ഗ്രൂപ്പ് സിംഗിങ് ഒരു ആക്റ്റീവ് ഇൻ്റർവെൻഷനാണ്. ദെൻ പ്ലേയിങ് എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നത്, കമ്പോസിങ് മ്യൂസിക്, ഇവരുടെയൊക്കെ സഹായത്തോടു കൂടി നമുക്കൊരു മ്യൂസിക് കമ്പോസ് ചെയ്യാം. അപ്പോൾ അവർ ഒരു എന്താണ് ആക്റ്റീവ്ലി ഇൻവോൾവ് ആകുകയാണ്, അവരുടെ ശ്രദ്ധയും ഒക്കെ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് പറയുക. ശ്രദ്ധയൊക്കെ വളരെ കണക്കായിരിക്കും, എന്നാൽ തന്നെയും ദേ ആർ ഡൂയിങ് സംതിങ്, ദേ ആർ പാർട്ടിസിപ്പേറ്റിംഗ്, അല്ലെ, ദേ ആർ ഇൻവോൾവിങ്. അപ്പോൾ ഈ മ്യൂസിക് ആകുമ്പോഴത്തേക്ക് അവർക്കൊരു പ്രത്യേക താല്പര്യം ഉണ്ടാവും. അപ്പോൾ അതാ ഒരു ലീഡ് ചെയ്യുന്ന ആള് ലേണഡ് ആയിരിക്കണം എന്ന് പറഞ്ഞു, പിന്നെ വളരെ ചിന്തിച്ച് വേണം പ്രവർത്തിക്കാനെന്നും പറഞ്ഞു. ആ രീതിയിലുള്ള മനുഷ്യരാണ്. അപ്പോൾ അതെല്ലാം നോക്കിക്കൊണ്ട് ഇങ്ങനെ നമുക്ക് എന്താണ് ആക്റ്റീവ് ഇൻ്റർവെൻഷൻസ് നടത്താൻ പറ്റും. ദീസ് ആക്ടിവിറ്റീസ് ഓഫൻ ഇൻവോൾവ് എ മൂവ്മെൻറ്റ് കമ്പോണൻറ്റ്. ഇതിലൊരു മൂവ്മെൻറ്റ് കമ്പോണൻറ്റ് കൂടെ വേണം എന്നാണ് പറയുക. an element of movement should be there in an active session, intervention. അത് വളരെ ഗുണം ചെയ്യുമെന്ന് പറഞ്ഞു. എന്നാലല്ലേ ആക്റ്റീവ് ആവുകയുള്ളൂ അല്ലേ. പാസീവ് ആണെങ്കിൽ അവരുടെ തിരുന്ന് ചെയ്താൽ മതി, അവരൊന്ന് കേൾക്കുകയോ പാടുകയോ ചെയ്താൽ മതിയല്ലോ. ദീസ് ആക്ടിവിറ്റീസ് ഓഫൻ ഇൻവോൾവ് മൂവ്മെന്റ് കമ്പോണൻറ്റ്. If movement is not regularly a part of the musical activity, a music therapist or activity leader might add simple movements. അത് പ്ലാൻഡ് ആയിട്ടില്ലെങ്കിൽ മ്യൂസിക് തെറാപ്പിസ്റ്റിനോ അല്ലെങ്കിൽ ഇത് ലീഡ് ചെയ്യുന്ന ആൾക്കോ സിമ്പിൾ മൂവ്മെന്റ് അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യാം എന്ന് പറയും. ഓക്കെ, ദി എലമെന്റ് ഓഫ് മൂവ്മെന്റ് മേ ഇൻക്രീസ് ദി തെറാപ്യൂട്ടിക് എഫക്റ്റ്. എന്താണ് ആ എലമെന്റ് ഓഫ് മൂവ്മെന്റ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യണമെന്ന് പറയുന്നത്? ദാറ്റ് വിൽ ആഡ് ദി തെറാപ്യൂട്ടിക് എഫക്റ്റ്. തെറാപ്യൂട്ടിക് എഫക്റ്റ് കൂട്ടാൻ വേണ്ടിയാണ്, കൂട്ടാൻ സഹായിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ആക്റ്റീവ് ഇൻ്റർവെൻഷൻസ് വെർ ബെറ്റർ ദാൻ പാസീവ് ഇൻ്റർവെൻഷൻസ് അറ്റ് ഇംപ്രൂവിങ് കോഗ്നിഷൻ, ബിഹേവിയർ ആൻഡ് മോട്ടോർ ഫങ്ഷൻസ് ഇൻ പീപ്പിൾ വിത്ത് അൽഷിമേഴ്സ് ഡിസീസ്. നമുക്കത് അറിയാം. എന്തുകൊണ്ട്? ഈ മൂവ്മെന്റ് കമ്പോണന്റ് വരുന്നത് കൊണ്ട്, ആക്റ്റീവ് ആകുന്നത് കൊണ്ട്, ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് വരുന്നത് കൊണ്ട്, ആക്റ്റീവ് ഇൻറ്ററാക്ഷൻസ് വരുന്നത് കൊണ്ട്, അതാണ് പാസീവ് ഇൻ്റർവെൻഷൻസിനേക്കാളും മെച്ചം. അത് എന്തൊക്കെ ചെയ്യുന്നു? ഇംപ്രൂവ് കോഗ്നിഷൻ. അതിൽ ഇൻവോൾവ് ചെയ്യേണ്ടതുകൊണ്ട് അവർ അല്പം തരത്തിലെങ്കിലും ചിന്തിക്കണം. മറ്റുള്ളവർ കാണിക്കുന്നത് കണ്ടെങ്കിലും ചെയ്യാനായിട്ടൊരു ഒരു അഡ്ജസ്റ്റ്മെന്റ് അവർ ചെയ്യുന്നുണ്ട് അല്ലേ, ചെയ്യാൻ നിർബന്ധിതരാകും. പിന്നെ മോട്ടോർ ഫങ്ഷൻ, ചലനം, അതും ഇംപ്രൂവ് ചെയ്യും. ബിഹേവിയർ, പെരുമാറ്റത്തിലും ഒരു കൺട്രോൾ വരും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ an element of movement should be there in active intervention of music. Music listening interventions. പാസീവ് എന്ന് പറയുന്നത് സാർ പറഞ്ഞ പോലെ തന്നെ പാട്ട് കേൾക്കുക എന്നുള്ളതാണ്. പാസീവ് or receptive interventions involve listening to music. The goal is to have the music evoke an emotional response or stimulate memory. അതിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ to evoke an emotional response ഉണ്ടാക്കാനും പിന്നെ മെമ്മറിയെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാനും ഒക്കെയാണ് പാസീവ് മ്യൂസിക് ഇൻ്റർവെൻഷൻ ഉദ്ദേശിക്കുന്നത്. ആക്റ്റീവ് ഇൻ്റർവെൻഷൻസ് at reducing anxiety, agitation and behavior problems in people with dementia.
അപ്പോൾ ഇങ്ങനെ പാസീവ് ഇൻ്റർവെൻഷൻസ് വേർ ബെറ്റർ ദാൻ ആക്റ്റീവ് ഇൻ്റർവെൻഷൻസ്. എങ്ങനെയുള്ള ആൾക്കാരിലാണെന്ന് നോക്കുക, അല്ലെങ്കിൽ എന്ത് റിസൾട്ട് കിട്ടാൻ വേണ്ടിയാണ്? റെഡ്യൂസിങ് ആൻസൈറ്റി, അജിറ്റേഷൻ, ഇത്തിരി ഇതാണ് ട്രോപിക്കുകയൊക്കെ ചെയ്യുന്ന കൂട്ടരുണ്ടാവുമല്ലോ, ആൻഡ് ബിഹേവിയർ പ്രോബ്ലംസ് ഉള്ള അൽഷിമേഴ്സ് പേഷ്യൻസിന് പാസീവാണ് നല്ലത്. ഇപ്പോൾ ഈ ഡിമെൻഷ്യ അല്ലെങ്കിൽ അൽഷിമേഴ്സിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ ഓരോരോ സ്റ്റേജിലുള്ളവർ അതനുസരിച്ചായിരിക്കും പ്രതികരിക്കുന്നത്. അതിൻ്റെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ആ രീതിയിലുള്ളതായിരിക്കും. അത് തുടങ്ങുന്നവർ, അല്ലെങ്കിൽ ഇച്ചിരുടെ ഒരു സ്റ്റേജ് ആയവർ, പിന്നെ കുറച്ച് കൂടിയ സ്റ്റേജിലുള്ളവർ, അത് അവർ ആ രീതിയിലായിരിക്കും ഗ്രൂപ്പ് തിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഏതാണ് ആങ്സൈറ്റി കൂടുതലുള്ളവർ, അജിറ്റേറ്റീവ് മൂഡുള്ളവർക്ക്, ദേഷ്യപ്പെടുക, ക്ഷോഭിക്കുക, അങ്ങനെയുള്ള, അതുപോലെ ബിഹേവിയറൽ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ പാസീവ് മ്യൂസിക്കൽ ഇൻ്റർവെൻഷനാണ് ബെറ്റർ ദാൻ ആക്റ്റീവ് മ്യൂസിക്കൽ ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നു. ക്യാൻ പീപ്പിൾ വിത്ത് അൽഷിമേഴ്സ് പാർട്ടിസിപ്പേറ്റ് ഇൻ മ്യൂസിക്? In Alzheimer's Association notes that people in the early and middle stages of Alzheimer's can participate in and benefit from musical activities. അപ്പോൾ അത് തുടക്കത്തിലും അല്ലെങ്കിൽ മിഡിൽ സ്റ്റേജിലും ഉള്ളവർക്കൊക്കെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ വളരെ ബുദ്ധിമുട്ടാണ് വലിയൊരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ന് പറയുന്നു. People with Alzheimer's can learn and remember new songs. അങ്ങനെയുള്ള സ്റ്റേജ് കുറഞ്ഞവരുടെ കാര്യമാണ് പറയുക കേട്ടോ. ഇറ്റ് മേ ബി മോർ ചലഞ്ചിങ് ഇൻ ദ ലേറ്റർ സ്റ്റേജസ്. ലേറ്റർ സ്റ്റേജസിലുള്ളവർക്ക് അത് വളരെ വെല്ലുവിളിയാണ്. ബട്ട് ദേ മേ സ്റ്റിൽ ബി ഏബിൾ ടു ടാപ്പ് ഓർ സിംഗ് എലോങ് ടു മ്യൂസിക്. പക്ഷെ അവർക്കും പാട്ടിനോടൊപ്പം പാടാനൊക്കെ സാധിക്കും എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. How does music help people with Alzheimer's or dementia? Singing in the intergenerational choir project provided people with Alzheimer's a spiritual and aesthetic support, which in turn reinforces better health and well-being. നേരത്തെ നമ്മൾ ഇന്റർജനറേഷണൽ കൊയർ പ്രോജക്റ്റിനെ കുറിച്ച് പറഞ്ഞു. അതിൽ കുട്ടികളുണ്ട്, അധ്യാപകരുണ്ട്, അതുപോലെ തന്നെ ഈ ഡിമെൻഷ്യ പേഷ്യൻസ് ഉണ്ട്, പേഷ്യൻസിൻ്റെ കെയർ ഗീവേഴ്സ് ഉണ്ട്. ഇവരൊക്കെ കൂടിയുള്ള ആ പ്രോജക്റ്റിൽ അവരുടെ ഹെൽത്തിനും വെൽബീയിങ്ങിനും വളരെ പോസിറ്റീവായിട്ടുള്ള എഫക്റ്റ് കണ്ടു എന്നാണ് പറയുക. ഇറ്റ് ഇൻ ടേൺ റീഇൻഫോഴ്സസ് ബെറ്റർ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. കേട്ടോ, എങ്ങനെയാണ്? അവരുടെ വിത്ത് സ്പിരിച്വൽ ആൻഡ് ഈസ്തെറ്റിക് സപ്പോർട്ട്. ഒരു സ്പിരിച്വൽ ആയിട്ടുള്ളതും ഈസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ സർഗാത്മകത അല്ലെങ്കിൽ കലാ സൗന്ദര്യബോധം എന്നൊക്കെ പറയാം. ഈസ്തെറ്റിക് അതിൻ്റെ ഒരു സപ്പോർട്ടോട് കൂടി അവരുടെ ആരോഗ്യത്തിൽ അല്പം മെച്ചം കണ്ടു എന്ന് പറയുന്നു. She notes that participants felt energized. നമ്മൾ നേരത്തെ ആ പ്രൊഫസറുടെ റിസർച്ച് നടത്തിയ പ്രൊഫസറുടെ കാര്യം പറഞ്ഞല്ലോ. She notes that participants felt energized and showed reduced symptoms for 2 to 24 hours after each session. ഓരോ സെഷന് ശേഷം 2 മുതൽ 24 മണിക്കൂർ വരെ അവർ ശാന്തരായിരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിംറ്റംസ് റെഡ്യൂസ് ചെയ്തു എന്നും പറയുന്നു. മെഡിക്കൽ റിസർച്ച് ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് തെറാപ്പി അല്ലെങ്കിൽ മ്യൂസിക് ഇൻ്റർവെൻഷൻ എൻഹാൻസ് മെമ്മറി, ഓർമ്മ എൻഹാൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവരുടെ പഠനവും മെഡിക്കൽ റിസർച്ചിൻ്റെ എന്താ പറയുക റെക്കമെൻഡേഷൻ സപ്പോർട്ടും അവരത് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ക്യാൻ ഹെൽപ്പ് പീപ്പിൾ വിത്ത് അൽഷിമേഴ്സ് റീകോൾ ഡീറ്റെയിൽസ് ഫ്രം ദെയർ ലൈഫ്. അവരുടെ ജീവിതത്തിൽ നിന്ന്, അതായത് പേഴ്സണൽ കാര്യങ്ങളാണ് അവർ കൂടുതൽ ഓർത്തിരിക്കുക എന്ന് പറയുന്നത്. റിസർച്ച് ഓട്ടോബയോഗ്രഫിക് മെമ്മറീസ് ഇവോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ റീകോൾ ചെയ്യാൻ മ്യൂസിക്കിന് സഹായിച്ചിട്ടുണ്ട്. അത് വളരെ വിവിഡും ഡീറ്റെയിൽഡ് ആയിട്ടും അവർക്ക് ചെയ്യാൻ പറ്റുന്നു എന്നാണ് പറയുക. അവരുടെ പേഴ്സണൽ കാര്യം മാത്രം.
the effect is strongest with familiar music. But even unfamiliar music can have effect. അൺഫെമിലിയർ ആയിട്ടുള്ള മ്യൂസിക് ആണെങ്കിൽ അവർക്ക് എഫക്റ്റ് ഉണ്ട്, പക്ഷെ അവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള മ്യൂസിക് ആണെങ്കിൽ അതിൻ്റെ എഫക്റ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ചിന്തിച്ചാൽ തന്നെ അറിയാം. അപ്പോൾ നമുക്ക് ഒരു വീഡിയോ കാണാം. പ്ലെയിനിൽ ഒരു മനുഷ്യൻ അജിറ്റേറ്റഡ് ആവുന്നതും പാട്ട് സാർ ഒന്ന് പ്ലേ ചെയ്യും. സാർ അജിറ്റേറ്റഡ് ആവുന്നതും എല്ലാവരും അപ്പോൾ ഒരു പഴയ പാട്ടിൻ്റെ ഓർമ്മയിലേക്ക് വരികയും അതിനുള്ള സാഹചര്യം നമുക്കത് കാണാം. അപ്പം ഞാനത് എന്താണ് സസ്പെൻസ് കളയുന്നില്ല, വീഡിയോയിലൂടെ നമുക്ക് കാണാം. അതുപോലെ തന്നെ വേറൊരു വീഡിയോ നമുക്ക് കാണാം. അതൊരു ഡാൻസുകാരിയാണ്. അങ്ങനെ അവർ വളരെ പ്രായം ചെന്ന അവർ ഈ മ്യൂസിക്കിൻ്റെ ഒരു എഫക്റ്റോടുകൂടി ഡാൻസിൻ്റെ സ്റ്റെപ്സ് That's Marta Gonzalez. She was a prima ballerina in New York for the New York Ballet back in the 1960s. Now, this powerful moment was shared by a Spanish charity which uses meaningful music from the lives of dementia patients to improve their mood and memory. Wow. I could watch this all morning long. Just a graceful lady. Sadly. ഓക്കെ, മറ്റേത് കൂടെ ഇടാവോ? മറ്റേ പ്ലെയിനിലെ സംഭവം കൂടെ ഇട്ടോ. പ്ലേ ആവുന്നില്ല സാറേ? ഒരു സെക്കൻഡ് നോട്ടെ. അപ്പോൾ അവരുടെ പേഴ്സണൽ ലൈഫിലെ സംഭവങ്ങളാണ് കേട്ടോ. അത് അവർ 1960s അവർ ഡാൻസ് എന്താണ് ബാലെ എന്തോ അത് ചെയ്തിരുന്നത് അവർ ഓർത്ത് ആ ഒരു സ്റ്റെപ്പിലേക്ക് ഇത്രയും പ്രായത്തിൽ അവർ വയ്ക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതുപോലെ മറ്റേ വീഡിയോ സാർ ഇട്ടോ, ഞാൻ ആ സമയം കളയാതിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ഒന്ന് കാണുന്നത് നന്നായിരിക്കും. Looking at? Sit down! Why are you people? Sit down! It's okay, it's okay. No, So who are you? Stop touching me. What are you looking at? You! I see you keep fucking away from me. Go away! I'm not going to touch you. What is with the people? Go back to your seat, sir. He has to miss you. I need you guys to help Don't look at me like that. Just help me see. What do we do? Just help me see. Why you don't point at me? Don't you point at me? You hear me? Sunshine, you make me happy when skies are gray. You never know, dear, how much I love you. Don't take my sunshine away. You are my sunshine, my only sunshine. You make me happy when skies are gray. You never know, dear, how much I love you. So don't take my sunshine away. Nice. Wonderful. You guys, one more time. My sunshine, my only sunshine. You make me happy when skies are gray. You never know, dear, how much I love you. So just take my sunshine away. വളരെ അജിറ്റേറ്റഡ് ആകാണ് ആ മനുഷ്യൻ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവർ പറയുന്നുണ്ട്, വൈഫാണ് അല്ലേ ഇടപെട്ട് ഈ അദ്ദേഹത്തിന് ഡിമെൻഷ്യയാണ് എന്ന് പറയുന്നുണ്ട്. അതും കേൾക്കുന്നില്ല. ആ പാട്ടിലെ അവസാനം ശാന്തനാവുകയും ആ പാട്ടിനോടൊപ്പം അദ്ദേഹം ഏതാനും വരികൾ പാടുകയും ശാന്തനാവുകയും ചെയ്യുന്നത് കണ്ടിട്ട്. അപ്പോൾ മ്യൂസിക് ഹാസ് എഫക്റ്റ്. അയാളുടെ ചെറുപ്പകാലത്ത് പാടി നടന്ന പാട്ടുകൾ അല്ലെങ്കിൽ
Music therapist Noelle Anderson says by having these memory care patients get involved, singing along or playing their instruments along with the symphony orchestra, they're able to stimulate more areas in their brain. Even when people are in late stages of dementia, Alzheimer's, music can still reach them. Music actually it captures our attention as well. So Few songs. Patients that came into this session unsure, even confused about exactly where they were up and dancing in just a few songs. Now, one specific song, Appalachian Tidbits, had such a powerful impact on a few of these patients, they asked the performers to play it again. Now, these are songs that are helping bring back memories that for some of these patients had been clouded or completely gone. ഓക്കെ, താങ്ക് യു സർ. അപ്പോൾ ഈ ഒരു 2-3 വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു എഫക്റ്റ് നോക്കുക, അവരെത്രമാത്രം ശാന്തമാകുന്നു. ഡാൻസ്, അതുപോലെ തന്നെ പാട്ട്, അല്ലേ, കലകൾക്കൊക്കെ മനുഷ്യനെ സ്വാധീനിക്കാൻ കഴിയും. പ്രത്യേകിച്ച് സംഗീതം, ടോൾസ്റ്റോയ് പറഞ്ഞ പോലെ സബ്ലൈം മ്യൂസിക് എന്ന് പറഞ്ഞാൽ സുകുമാര കലകളിൽ ഏറ്റവും സബ്ലൈമായിട്ടുള്ള, ഏറ്റവും ഉദാത്തമായിട്ടുള്ള കലകളിൽ ഏറ്റവും ഉദാത്തമായിട്ടുള്ളതാണ് സംഗീതം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് നോക്കൂ. നമുക്ക് ഈ മ്യൂസിക് ഇൻ്റർവെൻഷൻസ് കൊണ്ട് കോഗ്നിഷൻ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, റെഡ്യൂസ് ബിഹേവിയറൽ ആൻഡ് സൈക്കോളജിക്കൽ സിംറ്റംസ്. പെരുമാറ്റം അദ്ദേഹത്തിൻ്റെ മാറി പാട്ടിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൊണ്ട്. ആ ഫ്ലൈറ്റിലെ സംഭവം ഓർത്ത് നോക്കുക. സൈക്കോളജിക്കൽ സിംറ്റംസും റെഡ്യൂസ് ചെയ്യാൻ സംഗീതത്തിന് സാധിക്കുമെന്ന് പറയുന്നു. Some music interventions can help people with dementia reduce symptoms of ഈ കാര്യങ്ങളുടെ സിംറ്റംസ് കുറയ്ക്കാൻ പറ്റും മ്യൂസിക് ഇൻ്റർവെൻഷൻസ് കൊണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ആൻസൈറ്റി, ദെൻ ഡിപ്രഷൻ, അജിറ്റേറ്റഡ് ആയിട്ട് ആളുടെ അജിറ്റേഷൻ്റെ തോത് കുറയ്ക്കാൻ പറ്റും. ദെൻ സിംഗിങ് ആൻഡ് കമ്പൈൻഡ് മ്യൂസിക്കൽ ടെക്നിക്സ് വേർ മോസ്റ്റ് എഫക്റ്റീവ്. പാടുകയും അതുപോലെ തന്നെ കൂട്ടായ ഒരു ശ്രമം, സംഗീതത്തിൻ്റെ ഒരു അന്തരീക്ഷം കൂട്ടായ ശ്രമത്തിലൂടെ നടപ്പിലാക്കുക. ഓക്കെ. ഇംപ്രൂവ് വെർബൽ ഫ്ലുവൻസി. എന്താണ് സംഭാഷണത്തിലൊക്കെ മ്യൂസിക് തെറാപ്പി ക്യാൻ ഇംപ്രൂവ് ലാംഗ്വേജ് ആൻഡ് വെർബൽ സ്കിൽസ് ടു പീപ്പിൾ വിത്ത് ഡിമെൻഷ്യ. ഉണ്ടോ? പീപ്പിൾ വിത്ത് ഡിമെൻഷ്യയിലെ ലാംഗ്വേജും വെർബൽ സ്കിൽസും കൂട്ടാനായിട്ട് സംഗീതത്തിന് സാധിക്കുമെന്ന് പറയും. സിംഗിങ്, സോങ് റൈറ്റിംഗ്, അങ്ങനെയുള്ളതൊക്കെ. എൻഹാൻസ് ക്വാളിറ്റി ഓഫ് ലൈഫ്. ഇതൊക്കെ നമ്മൾ ശ്രമിക്കുന്നതിന് വേണ്ടിയാണ്. ഈ ഡിമെൻഷ്യ പേഷ്യൻസിൻ്റെ ആ ദുരിതപൂർവമായ ജീവിതത്തിന് ഒരു ക്വാളിറ്റി കൊടുക്കും, ഒരു സാന്ത്വനം കൊടുക്കും, ഒരു എന്താ പറയുക, ഒരു മെച്ചപ്പെടൽ നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. എൻഹാൻസ് ക്വാളിറ്റി ഓഫ് ലൈഫ്. ഓക്കെ. വാട്ട് കൈൻഡ് ഓഫ് മ്യൂസിക് ഹെൽപ്സ് പീപ്പിൾ വിത്ത് അൽഷിമേഴ്സ് ഓർ ഡിമെൻഷ്യ? നമ്മൾ പറഞ്ഞു, ഒരു അൽഷിമേഴ്സിന് വേണ്ടിയിട്ട് ഈ പാട്ട് അങ്ങോട്ട് പ്ലേ ചെയ്തോ എന്ന് പറയാൻ പറ്റും. ഒരു അൽഷിമേഴ്സ് രോഗിയുടെ ഇഷ്ടങ്ങളും അവരുടെ താല്പര്യങ്ങളും ഒക്കെ നോക്കി മാത്രമേ പാട്ട് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് പേഴ്സണലായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളത്. ഓക്കെ. ഇംഗിതം നോക്കണം, അവരുടെ ഇഷ്ടം നോക്കണം. ഓക്കെ. അപ്പോൾ അതാണ് ഇതിനകത്ത് കൂടുതൽ എനിക്ക് പറയാനുള്ളത്. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇതിനകത്ത് ഡിസഡ്വാൻറ്റേജസ് വല്ലതും ഉണ്ടോ? മ്യൂസിക് തെറാപ്പി ഫോർ പീപ്പിൾ വിത്ത് ഡിമെൻഷ്യ ഓർ അൽഷിമേഴ്സ്. എന്താണ്, എന്തെങ്കിലും ഒരു ഡിസഡ്വാൻറ്റേജസിന്റെ സാധ്യത ഉണ്ടോ എന്ന് പറയാം. റിസ്ക് ഉണ്ടോ? ഡിമെൻഷ്യ കൊണ്ടുള്ള അതായത് നമ്മള് വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് പറ്റിയ വാക്ക് കിട്ടാനായിട്ട് സൂട്ടബിൾ വാക്ക് കിട്ടാൻ പലപ്പോഴും എനിക്ക് ഉണ്ടാകാറുണ്ട്. ഒക്കെ അതുകൊണ്ടാണ്. അത് ആളുകളുടെ കുഴപ്പമല്ലേ? ഇപ്പൊ നമ്മൾ ആ ഫ്ലൈറ്റിന്റെ അകത്ത് തന്നെ കണ്ടില്ലേ, അവര് സൈലന്റ് ആയിട്ട് ഇരിക്കുന്നതിന് പകരം ആളുകളെല്ലാം കൂടെ ആക്രോശിച്ചപ്പം അയാൾ പറഞ്ഞ സിറ്റ് ഡൗൺ എന്നാണ്. അപ്പൊ ആ രീതിയിൽ ബിഹേവ് ചെയ്യാൻ അതില്ലാത്തതുകൊണ്ടാണ് പ്രോബ്ലം. വൈഫിന് അറിയായിരുന്നു, മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ ഇയാളൊരു ഇങ്ങനൊരു പേഷ്യന്റ് ആയതുകൊണ്ടാണ്. അവര് വീഡിയോ എടുക്കാനൊക്കെയാ ശ്രദ്ധിക്കുന്നത്, അതുകൊണ്ടല്ലേ നമ്മൾ കണ്ടു.
ചിലപ്പം പാട്ട് ഇഷ്ടമില്ലാത്ത പാട്ട് ചിലപ്പം ഉം. അയാള് അത്രയും വെറുത്തിട്ടുള്ള പാട്ടെല്ലാം ചിലപ്പോ പ്ലേ ചെയ്താൽ ചിലപ്പോ ഇത് കൂടുതൽ ഇഷ്ടമാവാൻ ചാൻസ് ഉണ്ട്. ആ വൈഫിനെ അറിയായിരുന്നു ഈ ഇദ്ദേഹത്തിന് ഇഷ്ടമുള്ളൊരു പാട്ടാണ് അത്, അല്ലേ? അതെ ഇദ്ദേഹത്തിന്റെ ലൈഫിൽ. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് പാട്ടിന്റെ സെലക്ഷൻ മാത്രമാണ് പ്രശ്നം ഉണ്ടാക്കുക. അവരുടെ ആങ്സൈറ്റി കൂട്ടുന്ന അവരുടെ കാരണം അവരുടെ പഴയ അനുഭവങ്ങളുമായിട്ട് അവർക്ക് ദേഷ്യം പിടിപ്പിക്കുന്നതോ അല്ലെങ്കിൽ സങ്കടം ഉണ്ടാക്കുന്നതോ അങ്ങനെയായിട്ടുള്ള പാട്ടുകൾ അവിടെ സെലക്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ അഫക്റ്റ് നെഗറ്റീവ്ലി. അത്ര മാത്രമേ ഉള്ളൂ. അല്ലാത്ത അതുകൊണ്ടാണ് സെലക്ട് ചെയ്യുന്നതിലൊക്കെ വളരെ പർട്ടിക്കുലർ ആയിരിക്കണം എന്ന് പറയുന്നത്, ഇൻഡിവിജ്വലൈസ്ഡ് ആയിരിക്കണമെന്നും പറയുന്നത്. അല്ലാതെ വേറെ റിസ്ക് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഓവർ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന പാട്ടുകൾ പാടില്ല, ഇല്ലേ? ആൻസൈറ്റി, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പാട്ടുകൾ, അങ്ങനെയുള്ള പാട്ടുകളൊന്നും. ട്രിഗറിങ് നെഗറ്റീവ് ഇമോഷൻസ്, ദേഷ്യം പിടിപ്പിക്കുന്ന നമ്മളെയും ദേഷ്യം പിടിപ്പിക്കുന്ന പാട്ടുകളുണ്ടല്ലോ, ഇവർക്ക് ദേഷ്യം പിടിപ്പിക്കുന്ന പാട്ടുകൾ ചിലപ്പോൾ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഒഴിവാക്കണം. ഹൗ ടു ഫൈൻഡ് എ ക്വാളിഫൈഡ് മ്യൂസിക് തെറാപ്പിസ്റ്റ്, അത് ഇവിടെ ഇങ്ങനെ മ്യൂസിക് തെറാപ്പിസ്റ്റുകൾ അവരുടെ സേവനമൊക്കെ പല സ്ഥലത്തൊക്കെ ഉണ്ടെങ്കിലും അത്ര പ്രചാരത്തിലില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു സെഷനിൽ എന്തൊക്കെയാണ് മനസ്സിലാക്കിയെന്ന് പറയാം. Music interventions can positively affect quality of life of some people with Alzheimer's or other forms of dementia. സംഗീതത്തിന് സ്വാധീനിക്കാൻ സാധിക്കും, പോസിറ്റീവായിട്ടുള്ള എഫക്റ്റ് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് മെയിൻ പോയിന്റ്. Individualized interventions led by a music therapist are typically more effective. Individualized interventions വ്യക്തിപരമായിരിക്കണം. മ്യൂസിക് തെറാപ്പിസ്റ്റ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ, അതായിരിക്കും ഏറ്റവും എഫക്റ്റീവ് എന്ന് പറയുന്നത്. ബട്ട് അതർ ഇൻ്റർവെൻഷൻസ് ക്യാൻ ഓൾസോ ബി സക്സസ്ഫുൾ വിത്ത് തോട്ട്ഫുൾ പ്ലാനിങ് ആൻഡ് എക്സ്പേർട്ട് ലീഡർഷിപ്പ്. തോട്ട്ഫുൾ പ്ലാനിങ്ങും എക്സ്പേർട്ട് ലീഡർഷിപ്പും ഉണ്ടെങ്കിൽ മ്യൂസിക് തെറാപ്പിസ്റ്റ് ഇല്ലാതെയും അല്ലാതെ നമുക്ക് മ്യൂസിക് ഇൻ്റർവെൻഷൻ നടത്താൻ പറ്റും. വളരെ ചിന്തിച്ചും വളരെ നിയന്ത്രിച്ചും കൊണ്ടുപോകേണ്ട കാര്യമാണെന്ന് മാത്രം. Musical activities can be active or passive. Musical interventions active or passive. അത് നമ്മൾ പഠിച്ചു. Active interventions which involve creating or reacting to music may yield better results than passive interventions which involve only listening to music. Active interventions നമ്മൾ പറഞ്ഞു an element of movement കൂടെ കൊണ്ടുവരുമ്പോൾ അതിന് കൂടുതൽ എഫക്റ്റീവ് വരുന്നു. പാസീവ് കൂടുതൽ എഫക്റ്റീവ് ആകുന്നത് എന്താണ്? ആൻസൈറ്റി അല്ലെങ്കിൽ അജിറ്റേറ്റഡ്, ആ ഒരു രീതിയിലുള്ള കേസുകളിൽ. ഇപ്പോൾ ഇവിടെ പ്ലെയിനിൽ നടന്ന ഒരു അജിറ്റേറ്റീവ് മൂഡിലുള്ള ആളെയാണ്. അപ്പോൾ അയാളുടെ ഒരു ശാന്തമായ പാട്ടിലൂടെ ഒരു പാട്ട് കേൾപ്പിച്ചാണ്, എല്ലാവരും കൂടെ പാടി കേൾപ്പിച്ചാണ് അയാളെ സ്വാധീനിപ്പിച്ചതെന്നറിയാം. അപ്പോൾ ആക്റ്റീവും പാസീവും ആയിട്ടുള്ള മ്യൂസിക് ഇൻ്റർവെൻഷൻസ് ഉണ്ട്. അത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒക്കേഷനിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇൻഡിവിജ്വലൈസ്ഡ് പ്രിഫറൻസ് കൊടുത്തുകൊണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെയധികം മ്യൂസിക്കിന് ഡിമെൻഷ്യ ഉള്ള ആൾക്കാരിൽ സ്വാധീനിക്കാൻ സാധിക്കും, പോസിറ്റീവായിട്ട് സ്വാധീനിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. നമുക്കിനി പാട്ടിലേക്ക് കടക്കണം. ഇതേക്കുറിച്ച് ഒന്ന് രണ്ട് രാജു സാറ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ പറയാം, അത് കഴിഞ്ഞിട്ട് പാട്ടിലേക്ക് പോകാം. എനിക്ക് മറ്റൊരു മീറ്റിംഗിൽ പോകാൻ, അതായത് എനിക്ക് അറിയേണ്ട ഒരു ചോദ്യമുണ്ട്. അതായത് പാർക്കിൻസൺസ് ഡിസീസിലെ ഈ പറയുന്ന ഡെമൻഷ്യ ഉണ്ടാവുമോ? പാർക്കിൻസൺസ് ഡിസീസ് ഡിമെൻഷ്യ എന്ന് പറഞ്ഞൊരു ടൈപ്പ് തന്നെയുണ്ട്. ഉണ്ട് ഡിമെൻഷ്യ. നമുക്കതിൽ ടൈപ്സ് ഓഫ് ഡിമെൻഷ്യ അങ്ങനെയുള്ള കഴിഞ്ഞ ദിവസം പരാമർശിക്കാത്ത ടോപ്പിക്ക് ഇട്ടുകൊണ്ട് വേറൊരു സെഷൻ ചെയ്യാം. അതിനകത്ത് ഈ ഡിമെൻഷ്യയുടെ പലതരത്തിലുള്ള ഡിമെൻഷ്യ അതെങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതൊക്കെ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കും. പാർക്കിൻസൺസ് ഡിസീസ് ഡിമെൻഷ്യ എന്ന് പറഞ്ഞൊരു ഐറ്റം തന്നെയുണ്ട്, ഒരു ഡിമെൻഷ്യ തന്നെയാണ്. ഓക്കെ, തീർച്ചയായും. 60-70-70 വിവാഹിത എന്ന് പറയുന്ന, അതായത് സത്യന്റെ ഭാര്യ മരിച്ചു പോകുന്നു. അതിൽ 2 കുട്ടികളുണ്ട്. ആ കുട്ടികളെ നോക്കാൻ വേറെ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ നോക്കില്ല എന്നുള്ളത് ഭാര്യയുടെ അനുജത്തി എന്ന് പറയുന്നത് ഇവരാണ്.
പത്മിനിയാണ്. അനുജത്തെ വിവാഹം കഴിക്കുന്നത്. പക്ഷെ പത്മിനി മറ്റൊരു സ്ത്രീയെ, മറ്റൊരു പുരുഷനെ, അതായത് പ്രേംനസീറിനെ അവസരം ഞാൻ പറയും. എന്താ പറഞ്ഞ ഞാൻ ഓക്കെ ആരോ സംസാരിക്കുന്നു. ഓക്കെ, അന്നേരം ഇതിൻ്റെ ഇടയ്ക്ക് നസീർ വിവാഹം കഴിഞ്ഞ് നസീറിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം അവിടെ വന്നൊരു പാട്ട് പാടുന്ന പാട്ടാണ്. അപ്പോൾ ആ പഴയ ഓർമ്മകളൊക്കെ അയവിറക്കുന്നതായിട്ടുള്ള പാട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പഠിക്കട്ടെ സാറേ. മായാജാല മായാജാലകവാതിൽ തുറക്കും മധുര സ്മരണകളെ മണിവിളക്കുഴിയും നിങ്ങൾ ഭാഷിണികൾ മായാജാലകവാതിൽ തുറക്കും മധുര സ്മരണകളെ മണിവിളക്കുഴിയും മന്ത്രവാദിനികൾ നിങ്ങൾ ഭാഷിണികൾ ബാഷ്പജലകണങ്ങൾ നിങ്ങൾ രത്നങ്ങളാക്കി എനിക്കേകുമ്പോൾ മണ്ണോട് മണ്ണടിഞ്ഞ പ്രണയ പ്രതീക്ഷകൾ സ്വർണ്ണമുളകൾ വീണ്ടും അണിഞ്ഞുവല്ലോ മായാജാലകവാതിൽ തുറക്കും മധുര സ്മരണകളെ മണിവിളക്കുഴിയും മന്ത്രവാദിനികൾ നിങ്ങൾ ഭാഷിണികൾ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ, താങ്ക് യു. ഇത് അർജുനൻ മാഷ് ചിട്ടപ്പെടുത്തിയതല്ല, അർജുനൻ മാഷയുടെ മാഷ് ദേവരാജ മാഷ് ദേവരാജ മാഷ് ചിട്ടപ്പെടുത്തിയ ഗാനമാണ്. എന്തോ ഓർമ്മകളെ കുറിച്ചുള്ള പാട്ടാണ്. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത അർജുനൻ മാഷിന്റെ ഗാനങ്ങളിലേക്ക് പോകാം. സാബു സാറേ കിട്ടുള്ളൂ ഓരോന്ന് ഷെയർ ചെയ്തിട്ടില്ലേ? പാട്ട് പുഷ്പ വാൽക്കൺ എഴുതി എന്ന് പറഞ്ഞൊരു പാട്ട് വന്നിട്ടുണ്ട്. ആരാണ് പാടുക? അതെ, പിക്നിക്കിലെ അർജുനൻ മാഷിന്റെ സംഗീതം. ഞാൻ പാടാം അല്ലേ? ഞാൻ പാടാം. വാൽക്കണ്ണെഴുതി വനപുഷ്പം ചൂടി വൈശാഖരാത്രിയൊരുങ്ങി മന്ദസ്മിതമാ ചന്ദ്രിക ചൂടി വനമല്ലിക നീയൊരുങ്ങും. വാൽക്കണ്ണെഴുതി വനപുഷ്പം ചൂടി വൈശാഖരാത്രിയൊരുങ്ങും. ഓക്കെ, വാണി ജയറാമിന്റെ പാട്ടാണ് സാറ് പാടിയത് കേട്ടോ. ഓക്കെ, ഗുഡ്. അടുത്തത് പാടാത്ത വീണയും പാടും. ശ്രീമാരൻ തമ്പിയും പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ട പാടാത്ത മാനസ വീണയും പാടും പാടാത്ത വീണയും പാടും സ്വപ്നങ്ങളാൽ പ്രേമ സ്വർഗങ്ങൾ തീർക്കുന്ന ശില്പിയാണീ മോഹനവയൗവനം. സ്വപ്നങ്ങളാൽ പ്രേമ സ്വർഗങ്ങൾ തീർക്കുന്ന ശില്പിയാണീ മോഹനവയൗവനം. നീലമലർമിഴി തൂലിക കൊണ്ടെത്ര നിർമ്മല മന്ത്രങ്ങൾ നീ എഴുതി
ഓ മറക്കുകയില്ല മറക്കുകയില്ല ഈ ഗാനം നമ്മൾ മറക്കുകയില്ല. പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ. പാടാത്ത മാനസ വീണയും പാടും പാടാത്ത വീണയും പാടും. സാറേ ഇതായിരിക്കും കേട്ടോ എല്ലാ ദുഃഖവും. സാറേ ഒരു സെക്കൻഡ് നോക്കട്ടെ ഉണ്ടോ നോക്കട്ടെ. 8 സെക്കൻഡ്. ദുഃഖവും എനിക്കു തരൂ അതല്ലേ? സാർ പാടാമോ? ലിറിക്സ് ഇറങ്ങി പാടിക്കൂ, അല്ലെങ്കിൽ ഞാൻ ഇട്ട് തരാം. അത് ഇല്ലേ കിട്ടിയില്ലേ? ഞാൻ നോക്കട്ടെ. അല്ലല്ല, അത് പാടിക്കൂ, അതന്നെ പാടിക്കൂ. നോക്കട്ടെ. ഞാൻ ഇട്ട് തരാം സാറേ. ഇതിനെ പാടാവോ നോക്കൂ. അല്ല അത് പിറ്റേ ഞാൻ വേറെ പാടിക്കണം സാറേ. ചെമ്പകത്തൈകൾ പൂത്ത മാനത്ത് പൊന്നമ്പിളി ചുംബനം കൊള്ളാനൊരുങ്ങി ചുംബനം കൊള്ളാനൊരുങ്ങി അമ്പിളി പൊന്നമ്പിളി ചുംബനം കൊള്ളാനൊരുങ്ങി അത്തറിൻ സുഗന്ധവും കൂശിയൻ മലർച്ചെണ്ടി മുറ്റത്ത് വിടർന്നില്ലല്ലോ. വെറ്റില മുറുക്കിയ ചുണ്ടുമായി തത്ത കിളി ഒപ്പന പായില്ലല്ലോ. ഒപ്പന പായില്ലല്ലോ. ചെമ്പക തൈകൾ പൂത്ത മാനത്ത് പൊന്നമ്പിളി ചുംബനം കൊള്ളാനൊരുങ്ങി. മതി. അടുത്ത ഓരോരുത്തർ പാടണ്ടേ? ഇനി അടുത്ത പാട്ട് കുയിലിന്റെ മണിനാദം കേട്ടു. ആരാ പാടുന്നേ? പാടുന്നില്ലെങ്കിൽ അൽകുമാർ സാർ പാടിക്കോ. പാടാവോ? പഠിക്കും, കുഴപ്പമില്ല. കുയിലിന്റെ മണിനാദം കേട്ടു കാട്ടിൽ കുതിര കുളമ്പടി കേട്ടു. കുയിലിന്റെ മണിനാദം കേട്ടു മാനത്തെ മായാവനത്തിൽ നിന്നും മാലാക മണ്ണിലിറങ്ങി. ആമിഴിത്താമരപ്പൂവിൽ നിന്നും ആശ പരാഗം പറന്നു. ആവർണ രാഗപരാഗം എന്റെ ജീവനിൽ പുൽകി പിടർന്നു. ജീവനിൽ പുൽകി പടർന്നു. കുയിലിന്റെ മണിനാദം കേട്ടു. അടുത്ത പത്മയുഗത്തിലെ പാട്ടാണ്. പത്മയുഗ നൃത്തത്തിലെ പാട്ടാണ്. അതിനകത്ത് തന്നെ വേറൊരു പാട്ടുണ്ട്. അത് പത്മയുഗത്തിലെ വേറൊരു പാട്ടാണ്. കരയിൽ പഞ്ചമി വിടരും ഈ പാട്ടും അതിനകത്തെയാണ്. അടുത്ത പാട്ട് ആയിരം കാത് മകനെയാണെങ്കിലും.
അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? സാഹിത്യം. ആയിരം കാലമകലയാണെങ്കിലും മായാതെ മനസ്സിൽ നിൽപ്പൂ. ലക്ഷങ്ങളെത്തി നമിക്കും മദീന, അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം, സഫാ മാർവാ മലയുടെ ചോട്ടിൽ സാഫല്യം നേടി തേടിയോരെല്ലാം. ഓക്കെ, താങ്ക് യു സർ. അടുത്ത പാട്ട് ഇതാണ്, രാവിനിന്നൊരു പെണ്ണിന്റെ നാണം. അല്ലെങ്കിൽ സുഖമൊരു ബിന്ദു ദുഃഖമൊരു ബിന്ദു. എല്ലാവർക്കും പാടാൻ പറ്റും? ഞാൻ പാടാം. സുഖമൊരു ബിന്ദു സുഖമൊരു ബിന്ദു, ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പെൻഡുലമാടുന്നു. ജീവിതം ജീവിതം, സുഖമൊരു ബിന്ദു ദുഃഖമൊരു ബിന്ദു, ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്ക് പെൻഡുലമാടുന്നു. ജീവിതം ഇതു രമാവതി മാമ കൂടെ വേണമെങ്കിൽ ഒന്ന് പഠിക്കോളൂ. അടുത്ത സ്റ്റാൻസ് കൊടുക്കും സാറേ. ആയിക്കോട്ടെ. കണ്ണീരിൽ തുടങ്ങും ചിരിയായി വളരും, കണ്ണീരിലേക്കു മടങ്ങും നാഴികമണിയുടെ സ്പന്ദനഗാനം, ഈ വിശ്വചൈതന്യഗാനം. കാലം അളക്കും സൂചി മരിക്കും, കാലം പിന്നെയും ഒഴുകും. സുഖമൊരു ബിന്ദു ദുഃഖമൊരു ബിന്ദു, ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പെൻഡുലമാടുന്നു. ജീവിതം അതു ജീവിതം. അടുത്ത പാലരുവിക്കരയിൽ പഞ്ചമി വിടരും പടവിൽ. ജോസഫ് സാർ, അൽകുമാർ സാർ. പഠിക്കും, അറിയാവുന്നൊരു പാടും. പാലരുവിക്കരയിൽ പഞ്ചമി വിടരും പടവിൽ പറന്നു വരൂ വരൂ, പനിനീരുതിരും രാവിൽ കുരുവി കുരുവി. സാറേ, അതെ, ഉഷാകുമാരി മാഡം ഉണ്ട്, റോയ് സാറുണ്ട്, VP ജോർജ് സാറുണ്ട്. എന്താണ് പാടാത്തത്? പാടുന്നുണ്ടോ? സങ്കൽപ്പത്തിൻ തന്ത്രികൾ മീട്ടി തരള മധുരാമൊരു പാട്ടുപാടാ ബാല്യത്തിൻ മലർവനം കാലം ചുട്ടരിച്ചപ്പോൾ ബാഷ്പത്താലെഴുതിയ കവിത പാടാ. ഉയരുമെൻ ഗദ്ഗതം തടയുകില്ലെങ്കിൽ ഞാൻ കരളിന്റെ കരളിലെ കവിത പാടാ. ഹൃദയമൊരു നീ കരയില്ലെങ്കിൽ കഥനം നിറയുമൊരു കഥ പറയാ. തകരുമെൻ സങ്കൽപ്പത്തിൻ തന്ത്രികൾ മീട്ടി തരള മധുരാമൊരു പാട്ടുപാടാ
പാട്ടുപാടാ. കാപ്പി രാഗത്തിൽ അത് നമ്മളൊന്ന് ആ. ഇതുപോലെ പാടിയതായിരുന്നു. യെസ്. കറുത്ത പൗർണമി അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയാണ് കേട്ടോ. അതിൽ ഇത്ര ഭംഗിയായിട്ട് ഈ പാട്ട് ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ആർദ്രമായിട്ട് ഹൃദയാവർജകമായിട്ട് സംഗീത സംവിധാനം ചെയ്യുക അല്ലേ? അതാണ് അർജുന മാഷ് ഇതിൽ സങ്കല്പത്തിൽ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. എന്താ സാർ പറഞ്ഞോളൂ സാബു സാറ്. ജോസഫ് സാർ പാടിക്കോളൂ. ഞാനൊരു പാട്ട് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, ഇത് പാടാം. മല്ലികപ്പൂവിൻ മധുരഗന്ധം മന്ദസ്മിതം പോലും ഒരു വസന്തം, മാലാഖകളുടെ മാലാഖ നീ, മമ ഭാവനയുടെ ചാരുത നീ, മല്ലികപ്പൂവിൻ മധുരഗന്ധം നിന്റെ മന്ദസ്മിതം പോലും ഒരു വസന്തം. ആരെങ്കിലും പാടിക്കോ? അനിൽകുമാർ സാർ ബാക്കി പാടിക്കോളൂ. പാടുന്നോ? ഇല്ല സാർ, ബാക്കിയില്ല. മനോരാജ്യത്തിൻ സിംഹാസനത്തിൽ ഏകാന്ത സ്വപ്നമായി വന്നു, സൗഗന്ധിക കുളിർ ചിന്തകളാൽ എന്നിൽ സംഗീതമാല ചൊരിഞ്ഞു, നീ എന്ന മോഹന രാഗമില്ലെങ്കിൽ ഞാൻ നിശബ്ദ വീണയായേനേ, നിശബ്ദ വീണയായേനേ. മല്ലികപ്പൂവിൻ മധുരഗന്ധം നിന്റെ മന്ദസ്മിതം പോലും ഒരു വസന്തം. അനിൽകുമാർ സാർ ഇത് മുമ്പ് പാടിയിട്ടുള്ളതാണ്, ഇതിൽ നന്നായിട്ട് പാടിയേനെ. ഓക്കെ, താങ്ക് യു. 1000 അജന്ത ചിത്രങ്ങളിൽ. അടുത്ത പാട്ട് കസ്തൂരി മണക്കുന്നല്ലോ. ആരുമില്ല, ഈ പാട്ട് പാടാം. വേറെ ആരും പാടില്ല. വേറെ എന്താണ് മറ്റുള്ളവർ പാടാത്തത്? പ്ലീസ് പാടാം. പാടിക്കോളൂ ഉഷാകുമാരി. അടുത്ത പാട്ട്, ഈ പാട്ട് അറിയില്ലേ? ഓക്കെ, അടുത്തത് തരാം. കസ്തൂരി മണക്കുന്നല്ലോ. കസ്തൂരി മണക്കുന്നല്ലോ ആരാണ് പാടുക? കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ, നീ വരുമ്പോൾ കൺമണിയെ കണ്ടുവോ നീ, കവിളിന തഴുകിയോ നീ, വെള്ളിമണിക്കിലുങ്ങുന്നല്ലോ നീ വരുമ്പോൾ, പള്ളിയവൾ കാമുകന്റെ കഥ പറഞ്ഞു, നീലാഞ്ജനപ്പുഴയിൽ നീരാടി നിന്ന നേരം, നീ നൽകും കുളിരലയിൽ പൂമേനി പൂത്ത നേരം. ബാക്കി അറിയില്ല സാർ. ചാഞ്ഞിടുമായി തളിർമര മിന്നുലഞ്ഞു എൻ രാഗ മുദ്ര ചൂടും, ചെഞ്ചുണ്ടു വിതുമ്പി നിന്നു കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ, നീ വരുമ്പോൾ കൺമണിയെ കണ്ടു നീ, കവിളിണ തഴുകിയോ നീ. പഠിക്കൂ. അടുത്തത് യദുകുല രതിദേവൻ എവിടെ? പാട്ടാ. അതിന്റെ ഒരു 2 വരിയായിട്ട് പാടാൻ പറ്റുന്നു. ബാക്കി 2 ഞാൻ പാടാം. അപ്പോഴാണ് പാടിക്കോണം. യമുനെ തുടങ്ങുന്നില്ല ഏട്ടാ. യദുകുല രതിദേവനെവിടെ എവിടെ, യദുകുല രതിദേവനെവിടെ, നീലപ്പീലി തിരുമുടിയെവിടെ, നീലപ്പീലി തിരുമുടിയെവിടെ, നിറകാൽ തളമേ
പോയി ശ്രുതി പോയി. യദുകുലതിരേവനെ വീടേ പൂവമ്പനുറങ്ങാത്ത രാത്രിയിൽ നിനക്കായി പൂവണിത്തളിർമേത്ത വിരിച്ചു ഞാൻ വിരിച്ചു. പൂവമ്പനുറങ്ങാത്ത രാത്രിയിൽ നിനക്കായി പൂവണിത്തളിർമേത്ത വിരിച്ചു ഞാൻ വിരിച്ചു. ധാരണി മധുമഞ്ചം നീ വിരിച്ചിടുകിൽ പോരാതിരിക്കുമോ കണ്ണൻ ഒരാൾക്ക് വിട്ടുകൊടുക്കുക. സാറ് പാടുമ്പോ ഇന്റർഫിയർ ചെയ്യല്ലേ, രണ്ടുപേര് വരുന്നത് ഒരു ഇതാവും. അല്ല ടീച്ചർ നിർത്തുന്നോർത്താ ഞാൻ തുടങ്ങിയുള്ളൂ. തുടങ്ങിക്കോ, അറിയില്ലെന്ന് പറഞ്ഞോണ്ടാ. അതുപോലെ അടുത്ത ചിന്തകളിൽ രാഗചന്ദ്രിക ചലിച്ച പ്രിയവും. പിന്നെയുള്ളത് മണിയറയിലെ നിർമ്മല ശൈലി. പിന്നെ മാനത്തിൻ മുറ്റത്ത്. പിന്നെ ഒരു എന്താ പറയുക, വിപ്ലവ ഗാനമാണ്. ഓരോ ചോരത്തുള്ളിക്കും പകരം നമ്മൾ ചോദിക്കും. ചെമ്പകത്തായി സാർ പാടി. എല്ലാ ദുഃഖവും ജിനസാന്റെ അല്ലെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ. ആണോ? പക്ഷെ അത് എഴുതി ഇങ്ങനെയാണോ? ഇത് പാടും. ഏതാ ജോസഫ് സാർ ഒരെണ്ണം റെഡിയാക്കി വെച്ചിരുന്നു? ഞാൻ പൗർണമി ചന്ദ്രിക. അപ്പോഴത്തേക്കും ബാക്കിയുള്ളൂ. ഓക്കെ. ഇത് ഫസ്റ്റ് ഹൗസിൽ തന്നെയാണ്. ശ്രീകുമാരൻ തമ്പിയാണ് രചന. MK അർജുൻ, യേശുദാസ് പാടി. പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു, പത്മരാഗം പുഞ്ചിരിച്ചു, അഴകേ നിൻചിരി തൊട്ടു വിളിച്ചു, ആശാലതികകൾ പുഞ്ചിരിച്ചു, എന്നാശാലതികകൾ പുഞ്ചിരിച്ചു. നീലോൽപല നയനങ്ങളിലൂറി നിർമ്മലരാഗ തുഷാരം. നീലോൽപല നയനങ്ങളിലൂറി നിർമ്മലരാഗ തുഷാരം. എന്നനുഭൂതി തിരകളിലാടി നിന്റെ കിനാവിന്നോളം. ഓ പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു, പത്മരാഗം പുഞ്ചിരിച്ചു, അഴകേ നിൻചിരി തൊട്ടു വിളിച്ചു, ആശാലതികകൾ പുഞ്ചിരിച്ചു, എന്നാശാലതികകൾ പുഞ്ചിരിച്ചു. ബാക്കി വേണോ? ഉണ്ടല്ലോ. വെരി ഗുഡ് സാർ, താങ്ക് യു. ഇനി ഇത് പാട് ആരാ പാടുന്നത്? അനിൽകുമാർ സാറാണോ? പാടി നമുക്ക് അവസാനിപ്പിക്കാം. ആളില്ലെങ്കിൽ ഞാൻ പാടാം. പഠിക്കും സാർ, പഠിക്കും. നമുക്ക് അവസാനിപ്പിക്കാം. 8:30. എല്ലാ ദുഃഖവും എനിക്കു തരൂ എന്റെ പ്രിയ സഖി, പോയി വരൂ. മനസ്സിൽ പടരും ചിരയിൽ എന്നുടെ മണിക്കിനാവുകൾ എരിയുമ്പോൾ എല്ലാ ദുഃഖവും എനിക്കു തരൂ എന്റെ പ്രിയ സഖി, പോയി വരൂ. കഴിഞ്ഞ കഥകൾ മറക്കുക നീ, കണ്ണീർ മുത്തിനു വിട പറയൂ. മധുവിതുരാവുകൾ മാദകരാവുകൾ, മധുവിതുരാവുകൾ മാദകരാവുകൾ
മദനോത്സവമായി ആഘോഷിക്കൂ. എല്ലാ ദുഃഖവും എനിക്കു തരൂ എന്റെ പ്രിയ സഖി പോയി വരൂ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും NK അർജുനൻ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഖി തിരിച്ചു വരട്ടെ എന്ന് വിചാരിക്കുക അല്ലെ? ജോസഫ് സാർ ഒന്ന് കൺക്ലൂഡ് ചെയ്യും. അതെ, അദ്ദേഹത്തിന് ഇങ്ങനെയൊരു ആദരവ് അർപ്പിക്കാൻ മാറ്റിനി ഈ വെബിനാറിന് സാധിച്ചു. നമുക്കൊക്കെ അഭിമാനിക്കാം. കാരണം ഇങ്ങനെയുള്ളവരെ ആദരിക്കുന്നതിലൂടെ, ഓർമ്മിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിലും അവരോടുള്ള സ്നേഹവും അതുപോലെ തന്നെ ഈ പാട്ടിലൊക്കെ നമ്മുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കുകയാണ്. പോയ വസന്തം അല്ലെ, അതൊക്കെ നമ്മൾ മാടി വിളിക്കുകയാണ്, തിരിച്ചു വിളിക്കുന്ന ഒരു അനുഭവമാണ് കിട്ടിയത്. എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ഇതുപോലുള്ള പ്രതിഭകളുടെ മുമ്പിൽ നമിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല. അതുപോലെ മ്യൂസിക് തെറാപ്പിയിലെ നമ്മുടെ ഡിമെൻഷ്യയുടെ ഒരു അവസ്ഥയും സംഗീതത്തിന് അതിൽ ചെലുത്താവുന്ന സ്വാധീനത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. എല്ലാവർക്കും പ്രയോജനപ്പെട്ടു ഞാൻ കരുതുകയാണ്. കുറച്ചുകൂടെ പാട്ടുകൾ പാടാനുള്ള സമയം നമുക്ക് വേണ്ടിയിരുന്നു എന്ന് തോന്നിപ്പോവുകയാണ്. അത്രയ്ക്കും നല്ല ഒരു പാട്ടുകളുടെ ഒരു കൂട്ടം അല്ലെ, ഒരു കളക്ഷൻ തന്നെ NK അർജുനൻ മാഷുടെയും അദ്ദേഹം ONV മാഷ്, അതുപോലെ തന്നെ മറ്റ് കവി വയലാർ, തമ്പി സാർ, ഇവരോടൊക്കെ ചേർന്ന് ഒരുക്കി ഒത്തിരി ഗാനങ്ങൾ ഇനിയും അവശേഷിക്കുകയാണ്. അപ്പോൾ എന്താ പൂർണ്ണമായില്ല എന്നൊരു തോന്നല്. അതാണ് അതിൻ്റെ ഒരു വിജയം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. താങ്ക് യു, എല്ലാവർക്കും നന്ദി പറയും. താങ്ക് യു. നാളെ ഗുഡ് നൈറ്റ് സർ. നാളെ നമുക്ക് EFTയുടെ മറ്റൊരു ക്ലാസ് ആണ്, നമ്മുടെ ജോർജ് അച്ഛൻ്റെ ക്ലാസ് ആണ്. EFT ജോർജ് സാർ കൂടെ പറയും. ജോർജ് സാർ എന്തോ പറയാനായിട്ട് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല സാർ, താങ്ക്സ് പറയാൻ വേണ്ടി തന്നെ പാട്ടുകൾ കേട്ടിരിക്കുകയായിരുന്നു, ആസ്വദിച്ചു. ഒന്നും പാടാൻ കഴിയില്ല, അടുത്ത പ്രാവശ്യം പാടണം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സാറേ ഇതിനെ ഏത് പാടാൻ പറ്റും? പാടിക്കോ? പാടില്ലെന്ന് പറയാൻ പാടില്ല. ഇത് പാടിക്കോ? നിൻമണിയറയിലെ സാറിന് പറ്റി ഇത് പാടിക്കോ സാർ? കസ്തൂരി മണക്കും നല്ലോ കാറ്റേ നീ വരുമ്പോൾ, കൺമണിയെ കണ്ടുവോ നീ, കവിളിണ തഴുകിയോ നീ, വെള്ളിമണിക്കിലുങ്ങുന്നല്ലോ തുള്ളി തുള്ളി നീ വരുമ്പോൾ, കളിയവൾ കഥ പറഞ്ഞു, കാമുകന്റെ കഥ പറഞ്ഞു. താങ്ക് യു സർ. എപ്പോഴാണ് പൂർത്തിയായത്? ആദ്യമായിട്ട് പാടുക. എനിക്ക് തോന്നുന്നത് എന്നാന്ന് വെച്ചാല് ഈ അനിൽകുമാർ സാറും ജോസഫ് ജോൺ സാറും ഈ രമാവതി മാമൊക്കെ ഈ പത്രത്തിൽ പഠിക്കാൻ പോയ സമയത്ത് ഇവര് മുഴുവൻ ഈ പാട്ടിന്റെ ഈണങ്ങൾ, പാട്ടിന്റെ വരികളും ഒക്കെ പഠിച്ചുകൊണ്ട് നടക്കുകയാണ്. നമ്മള് ഇപ്പൊ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നതെന്ന് തോന്നിപ്പോകും. ഇത് മനുഷ്യന്റെ ഓരോ ടേസ്റ്റുകളുടെ പ്രത്യേകത അല്ലേ? അതെ. ആദ്യത്തെ രണ്ടുപേര് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ, പാടി മൂളിയിട്ടുള്ളൂ. വാക്കുകളെ ശ്രദ്ധിക്കുന്ന പോലുമില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇതൊന്നും പറ്റാത്തത്. ഓക്കെ, അപ്പൊ എനിവേ അതല്ല സാറേ, നമുക്ക് ഡിമെൻഷൻ വന്നാൽ അറിയുന്നുള്ള നിങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം, കുറച്ച് പാട്ട് പാടി കൊടുത്തേ ശരിയായിക്കോളും. അല്ല, എന്ന് പറയുന്ന ഉദ്ദേശം തന്നെയാണ്. നമ്മളൊന്ന് റെഡിയായി, നമ്മളൊന്ന് ലെവലായാലല്ലേ മറ്റുള്ളവരെ പിടിക്കാൻ പറ്റും. സാറേ, ആ മഴയത്തും മുൻപേ സിനിമയില് ശോഭനക്ക് വയ്യാണ്ടായിട്ട് അവസാനം എന്തിനു വേറൊരു സൂര്യോദയം എന്നുള്ള പാട്ട് കേൾക്കുമ്പോ നടക്കാനൊക്കെ തുടങ്ങുന്നു. അതെ, ഭയങ്കര എഫക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് കാണാം നാളെ. വീണ്ടും നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ, സീ യു. ഗുഡ് നൈറ്റ്.